നിലവിലെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ KSEB എന്ന കമ്പനി അവർക്ക് തോന്നിയതുപോലെ കറണ്ട് ബില്ല് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ ബോർഡുകളെന്ന് പറയും, നമ്മൾ കേന്ദ്രത്തിലെ റെയിൽവേ ബോർഡ്, വഖഫ് ബോർഡ് എന്നൊക്കെ പറയില്ലേ, അത് സർക്കാരിൻ്റെ തന്നെ ഭാഗമാണ്. ജനങ്ങളുമായി ചേർന്ന് ജനങ്ങൾ തീരുമാനിച്ച് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള സിസ്റ്റമാണ്. പണ്ട് കറണ്ടിൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്ന ഒരു മാർഗമായിരുന്നു ഈ ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡൊക്കെ പോയി. ഇലക്ട്രിസിറ്റി ബോർഡ് പോയിട്ട് ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡാണ്, അതൊരു കമ്പനിയാണ്. അപ്പോൾ ഞാൻ ഇന്ന് ലൈവിൽ സംസാരിക്കുന്ന ഒരു ക്യാമ്പയിന് തുടക്കം കുറിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു വിപ്ലവത്തിന് തുടക്കം കുറിക്കുകയാണ്. ഡിഫറെൻ്റ് ആംഗിൾസിൻ്റെ ഈ ലൈവിൽ ഞാൻ തുടക്കം കുറിക്കാം. നേരത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ലൈവ് ഇതിൻ്റെ മറ്റേ ചാനലിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കറണ്ട് ചാർജ് 4-1 കുറയ്ക്കാമെന്നുള്ള ആ ഒരു കറണ്ട് ബില്ല് 4-1 കുറയ്ക്കാം. ഇപ്പോൾ 2000 രൂപയാണ് നിങ്ങൾ കറണ്ട് ബില്ല് വരുന്നെങ്കിൽ ഒരു 500 രൂപ 600 രൂപയിൽ നിങ്ങളുടെ ബില്ല് ഒതുങ്ങും. ആ നിലയിൽ നമുക്ക് കറണ്ട് ചാർജ് കുറയ്ക്കാൻ പറ്റും. അതെങ്ങനെ എന്നാണ് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അതേ കാര്യം തന്നെയാണ് ഇവിടെ നമ്മളൊന്ന് ഗഹനമായി സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ലൈവ് ഞാനിത് കഴിഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യും. പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളത് ഷെയർ ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം, ലൈവിൽ തന്നെ ഷെയർ ചെയ്യണം. പിന്നെ അതുപോലെ എൻ്റെ ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ അടുക്കി വെക്കണം. കാരണം അതാണല്ലോ നമ്മൾ ചോദിക്കുന്നത്. ഞാൻ നിങ്ങളോട് വയ്ക്കുന്ന ഒരു പുതിയ ആശയം, ഇതുവരെ ആരും പറയാത്തൊരാശയമാണ്. KSEB സ്വകാര്യവൽക്കരിക്കരുത്, KSRTC സ്വകാര്യവൽക്കരിക്കരുത്. അതായത് സർക്കാരിൻ്റെ സംരംഭങ്ങൾ അതുപോലെ സംവിധാനങ്ങളൊന്നും തന്നെ സ്വകാര്യവൽക്കരിക്കരുത് എന്നാണ് നിലവിൽ നമ്മളൊക്കെ ആഗ്രഹിച്ചിരുന്നതും വലിയ തോതിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നതും. മുമ്പ് KSEB സ്വകാര്യവൽക്കരിച്ചുകൊണ്ട് കമ്പനിയായി മാറിയപ്പോൾ, അതായത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന ആ സ്ഥാപനം കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡായി. ഈ ബോർഡ് എന്നുള്ള വെറും പേരാട്ടോ, അത് ബ്ലാക്ക് ബോർഡെന്നോ വൈറ്റ് ബോർഡെന്നോ ഗ്രീൻ ബോർഡെന്നോ എന്ത് വേണമെങ്കിലും നിങ്ങൾ ചിന്തിക്കാം. അതൊരു ബോർഡെന്ന് പറഞ്ഞാൽ വെറും ഒരു വർത്തമാനം മാത്രമാണ്, അവനപ്പുറത്തേക്കൊന്നുമില്ല. അപ്പോൾ ആ നിലയിൽ ഒരു കമ്പനിയായി മാറിയപ്പോൾ സത്യത്തിൽ നേരത്തെക്കാളും കൂടുതൽ ഒരു തലവേദനയാണ് നമുക്കുണ്ടായത്. ഇന്ന് ഇന്ത്യയിൽ സ്വകാര്യമായിട്ട് ഉണ്ടാക്കി വിൽക്കുന്ന കമ്പനികൾ 2 രൂപ 3 രൂപ 4 രൂപ നിരക്കിൽ വിറ്റുകൊണ്ടിരിക്കുന്ന ആ കറണ്ടിനേക്കാൾ എത്രയോ കൂടുതലാണ് നമ്മുടെ കറണ്ട് ബില്ല്. എങ്ങനെയാണെന്നറിയോ? നമുക്കിവിടെ ജലവൈദ്യുത പദ്ധതികൾ വേണ്ടുവോളം ഉണ്ട്. പക്ഷെ എന്താ പറ്റിയെന്ന് വെച്ചാൽ അതിൻ്റെ ജനറേറ്ററുകൾ കേടുവന്ന് കിടക്കണം, അത് നന്നാക്കൂല. അത് നന്നാക്കിയാൽ ഉൽപ്പാദനം നടക്കും. അപ്പോൾ അത് നന്നാക്കുന്ന സ്ഥാനത്ത് നന്നാക്കാൻ മടിച്ചിട്ട് അത് കേടുവരുത്തി അവിടെ ഇട്ടിട്ട് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങും. പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുമ്പോൾ കൂടിയ വിലയ്ക്ക് വാങ്ങണം. അപ്പോൾ ഈ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുന്നത് എന്തിനാണെന്നറിയോ? പൈസ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാവുന്ന ഓരോരോ കാര്യങ്ങളുണ്ട്. PP കിറ്റ് നമ്മൾ കൊറോണയ്ക്ക് വാങ്ങി 500 രൂപേൻ്റെ സാധനം 2000 രൂപയ്ക്കാണ് വാങ്ങിയത്. 12000 രൂപേൻ്റെയും 18000 രൂപയ്ക്ക് കിട്ടുന്ന, ഇനി അഥവാ മാക്സിമം പോയുള്ള ഒരു 30 രൂപ 32 രൂപയ്ക്ക് ഏറ്റവും കൂടിയത് അത്രയുള്ള വില കിട്ടുന്ന സാധനം 4 ലക്ഷം രൂപയ്ക്കാണ് നമ്മുടെ AI ക്യാമറകളൊക്കെ വാങ്ങിയത്. ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ടാണ് വാങ്ങിയത്. ഞാൻ ഏത് സർക്കാർ എന്നുള്ളതല്ല, ഏത് സർക്കാരായാലും ഇത് തന്നെ അവസ്ഥ. അപ്പോൾ നമ്മളിങ്ങനെ കൊള്ളയടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സത്യത്തിൽ എവിടെയെങ്കിലും ഒരു വികസനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ നിയമങ്ങൾ അതത് രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ചുകൊണ്ട്, അതായത് നിയമം ഉണ്ടാക്കിയിട്ട് മനുഷ്യൻ നിയമത്തിന് വേണ്ടി ജീവിക്കുകയല്ല, ജനജീവിതത്തിന് വേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട്, സ്വസ്ഥമായി നമ്മുടെ രാജ്യത്തിന് വേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ആ രാജ്യത്തെ ജനങ്ങളെ അതിന് ജീവിക്കാൻ പ്രാപ്തരാക്കിക്കൊണ്ട് ഇവിടെ പലതും നടപ്പിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം അതിവേഗത്തിൽ പോകും. ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറയാം. തീരദേശ സംരക്ഷണ നിയമം എന്ന് പറഞ്ഞ സംരക്ഷണ നിയമമുണ്ട് നമുക്ക്. അതാണ് നമ്മുടെ വികസനത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത്. 2 വകുപ്പുകളാണ് നമ്മുടെ ഈ രാജ്യത്തിൻ്റെ വികസനത്തിന്, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് തടസ്സം നിൽക്കുന്നത്. ഒന്ന് ശുചിത്വ മിഷനാണ്. ശുചിത്വ മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറേ തീരുമാനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കുറേ കോഴേൻ്റെ ആൾക്കാരുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് അവരൊന്നും നീങ്ങൂല. അവർ തീരുമാനിച്ചു വെച്ച് കഴിഞ്ഞാൽ ചില നിയമങ്ങളുണ്ട്. കേരളത്തിലെ ഏറ്റവും നല്ല മാലിന്യ സംസ്കരണ സംവിധാനം ഞാൻ അവതരിപ്പിച്ചതാണ്.
നിലവിലുള്ളത് മഞ്ഞളാംകുഴി അല്ലെങ്കിൽ മന്ത്രിൻ്റെ വീട്ടിൽ പോയി ഞാൻ തന്നെ സംസാരിച്ചതാണ്. അന്ന് ആ മന്ത്രി എന്നോട് പറഞ്ഞത് നിലവിലുള്ള പ്ലാന്റിൽ അസാധ്യമായ മണമുണ്ട്, അടുക്കാൻ കഴിയില്ല എന്നാണ്. 2 വർഷത്തിന് ശേഷം ആ പ്ലാന്റിൽ മന്ത്രി വന്നു. മന്ത്രി വന്നിട്ട് കൈ ഇങ്ങനെ ഇങ്ങോട്ട് കുത്തി നിന്നിട്ട് കുറെ വർത്താനം പറഞ്ഞിട്ട് വെച്ച് നമുക്ക് പ്ലാന്റിലേക്ക് പോവാം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്നുള്ളവർ പറഞ്ഞു, സാറേ നിങ്ങൾ നിൽക്കുന്ന പ്ലാന്റിൻ്റെ ഉള്ളിലാണ്, നിങ്ങൾ കൈ കുത്തി നിൽക്കുന്നത് വേസ്റ്റിലാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക അതിൻ്റെ സ്മെല്ല് എത്ര ഉണ്ടെന്നുള്ളത്. അങ്ങനെ ഒരു സ്മെല്ലില്ല. അത്തരത്തിൽ ലോകത്തിലെ ഏറ്റവും ഫലപ്രദമായ ഒരു മാലിന്യ സംസ്കരണ സംവിധാനം നമ്മളിവിടെ ചെയ്തപ്പോൾ പ്ലാസ്റ്റിക് ഒന്നും വേർതിരിക്കാതെ അങ്ങനെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ അത്തരത്തിൽ സംവിധാനം വർഷങ്ങളിലൂടെ പ്രവർത്തിച്ചപ്പോൾ അത്തരത്തിലുള്ള ഒരു സംവിധാനത്തെ പൂട്ടി കേരളം മുഴുവൻ നാറ്റി ഇട്ടേക്കുന്ന ഒരു സംവിധാനമാണ് കണ്ടത്. അതിന് കാരണം എന്താണെന്നറിയാം? ഈ ശുചിത്വ മിഷന്റെ അന്നത്തെ ആൾക്കാർ KB ജോയിയോട് കോഴ ചോദിച്ചു, അയാൾ കൊടുക്കാൻ തയ്യാറായില്ല. കൈക്കൂലി ഞാൻ തരില്ല, 5 പൈസ തരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അയാളുടെ സ്ഥാപനം ആ പ്രൊഡക്റ്റ് മോശമായി. പിന്നെ അതിന്റെ പ്ലാസ്റ്റിക് സംസ്കരണവും മറ്റു കാര്യം. പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എങ്ങനെയെന്ന് അറിയാം? ഇന്നത്തെ ഈ ഇവരെല്ലാവരും കൂടെ വാരിക്കൊണ്ടുപോയി കത്തിക്കുന്ന പരിപാടിയല്ല. പ്ലാസ്റ്റിക് ക്രൂഡ് ഓയിലിന്റെ ഒരു വകഭേദമാണ്. ക്രൂഡ് ഓയിലിൽ രാസമാറ്റം വരുത്തിയപ്പോഴാണ് പ്ലാസ്റ്റിക്കായി മാറിയത്. ആ പ്ലാസ്റ്റിക്കിന് അതേ രാസമാറ്റം നേരെ തിരിച്ചായി കഴിഞ്ഞാൽ ഇത് ക്രൂഡ് ഓയിലായി മാറും. അങ്ങനെ ക്രൂഡ് ഓയിലായി മാറിക്കഴിഞ്ഞാൽ അത് പെട്രോളും ഡീസലും ഗ്രീസും ഒക്കെ ആയി അങ്ങനെ മാറിക്കൊള്ളും അതേ പ്ലാസ്റ്റിക്. അതായത് ആ ഒരു അവസ്ഥയിൽ കെമിക്കൽ പ്രോസസ്സ് നടത്തിയിട്ടാണ് അത് നേരെ തിരിച്ചു കൊണ്ടുവരുന്നത്. അതായത് ഒരു പ്ലാസ്റ്റിക് നിരോധനം ഇവിടെ ആവശ്യമില്ല. യഥേഷ്ടം പ്ലാസ്റ്റിക് ഉപയോഗിക്കാം, എങ്ങനെ വേണമെങ്കിലും ക്യാരി ബാഗോ എന്ത് തേങ്ങാക്കോല വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷെ ഒറ്റ കണ്ടീഷൻ, അത് വലിച്ചെറിയരുത്. അത് മാലിന്യ ഈ പ്ലാസ്റ്റിക് പൊളി മാർക്കറ്റിലോ എവിടെയെങ്കിലും ആരെങ്കിലും എടുക്കാൻ തയ്യാറാവണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹരിത കർമ്മസേന വീടുകളിൽ നിന്ന് കളക്ട് ചെയ്താലും കുഴപ്പമില്ല, അത് കളക്ട് ചെയ്തിട്ട് എത്തിച്ചു കൊടുക്കണം. അപ്പം അങ്ങനെ ആകുമ്പോൾ അതൊരു വലിയൊരു വിപ്ലവമായിരിക്കും ഇവിടെ ഉണ്ടാക്കുക. വേണമെങ്കിൽ കേരളത്തിലെ മുഴുവൻ മാലിന്യങ്ങളും പോരാഞ്ഞിട്ട് നമ്മൾ കേരളത്തിൻ്റെ പുറത്ത് തമിഴ്നാട്ടിലെയോ അല്ലെങ്കിൽ കർണാടകയിലെയോ ഒക്കെ മാലിന്യം നമുക്ക് തന്നെ വാങ്ങിക്കൊണ്ട് നമുക്ക് തന്നെ എടുത്തുകൊണ്ട് അതല്ലെങ്കിൽ അവിടെ തന്നെ പ്ലാന്റ് നമുക്ക് ഉണ്ടാക്കിയിട്ട് നമ്മളെ അണ്ടറിൽ, നമ്മുടെ കേരള സംസ്ഥാനത്തിൻ്റെ അണ്ടറിൽ ഇത് പേറ്റന്റുള്ള സ്ഥാപനമാണ്, ഇന്ത്യ മുഴുവൻ നമുക്ക് ചെയ്യാവുന്നതായിരുന്നു. അപ്പോൾ ആ നിലയിലുള്ള വലിയൊരു മാലിന്യ സംസ്കരണ പ്ലാന്റ് ലോകത്തിലെ ഏറ്റവും ബെറ്റർ ടു ബെറ്റർ ഉണ്ടാക്കിയത് മലയാളിയാണ്. അത് പൂട്ടിച്ചിട്ടാണ് തുമ്പൂർ മൊഴി എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഉണ്ടാക്കിയത്. ജമാൽ ഇബ്രാഹിം, താങ്ക് യു. 3 പൂ തന്നേക്കാണ്. അപ്പോൾ അത്തരത്തിൽ അത് പൂട്ടിച്ചിട്ട് കൊണ്ടുവന്ന മറ്റൊരു പദ്ധതിയാണ്. ഞാൻ KCBയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് കേട്ടോ, വെറുതെ പറയണല്ല. തുമ്പൂർ മഴി എന്ന് പറഞ്ഞ മറ്റൊരു പദ്ധതി കൊണ്ടുവന്നു. അതെന്ന് പറഞ്ഞാൽ ഈ ഒരു കുറെ കള്ളികളായിട്ടുള്ള ഒരു സിമെന്റിന്റെ ഒരു ബോക്സാണ്. അത് ഓപ്പൺ ആണ്. അതിന്റെ ഉള്ളിൽ ചത്ത പട്ടിയെ വെച്ചാലും പുറത്തേക്ക് സ്മെല്ല് വരില്ല എന്നൊക്കെയാണ് വലിയ താളം അടിച്ചത്. പക്ഷെ അതിന് ചില കണ്ടീഷനുണ്ട്. ആദ്യം കുറച്ച് വേസ്റ്റ് ഇടണം, അതിൽ പ്ലാസ്റ്റിക്കോ മറ്റു കാര്യങ്ങളോ പാടില്ല. ആദ്യം കുറച്ച് പച്ചിലകൾ വെക്കണം, എന്നിട്ട് ചത്ത പട്ടിയായാലും എന്തായാലും മാലിന്യം അതിനകത്ത് വെക്കണം. പിന്നെ അതിന്റെ മുകളിൽ പച്ചില വെക്കണം, അതിന്റെ മുകളിൽ ചാണകം വെക്കണം, പിന്നെ അതിന്റെ മുകളിൽ വേസ്റ്റ് വെക്കണം, പിന്നെ അതിന്റെ മുകളിൽ പച്ചില, പിന്നെ അതിന്റെ മുകളിൽ ചാണകം. ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യണം. ആര് ചെയ്യാനാ? നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാലോ, ഒരു കീസിൽ മാലിന്യം എല്ലാം കെട്ടും, എന്തൊക്കെയുണ്ട് അത് മുഴുവൻ കെട്ടും, അതെല്ലാം കൂടെ കെട്ടി എങ്ങോട്ടെന്ന് വെച്ചാൽ വലിച്ചങ്ങോട്ട് എറിയും. ഇതാണ് ഉണ്ടാകല്. നമ്മൾ ആദ്യം പൂട്ടിയ സംവിധാനമില്ല, ആ പൂട്ടിയ സംവിധാനത്തിൽ അങ്ങനെ തന്നെ ഇട്ടാൽ മതിയായിരുന്നു. നിങ്ങൾ എന്തൊക്കെ കല്ലും പുല്ലും ഇരുമ്പും ചപ്പും ഭക്ഷണാവശിഷ്ടവും എല്ലാം നിങ്ങൾക്ക് ഒരുമിച്ച് തന്നെ ഒരു കവറിലിടാം. എന്നിട്ട് അത് മാലിന്യ പിന്നെ ബക്കറ്റിൽ കൊണ്ടുവന്ന് ഇട്ടാൽ അത് അങ്ങനെ തന്നെ ഈ പ്ലാന്റിൽ എത്തുകയും അതിൽ വെച്ച് ഓരോന്നും സെപ്പറേറ്റ് ഓട്ടോമാറ്റിക് മെഷീൻ തന്നെ വേർതിരിച്ച് പ്ലാസ്റ്റിക് വേറെ, അതിലെ ഖരമാലിന്യങ്ങൾ വേറെ, ഭക്ഷണ മാലിന്യങ്ങൾ വേറെ, ഇതൊക്കെ അരച്ച് സ്ലറിയാക്കി നല്ല ഒന്നാം തരം ഉൽപ്പന്നമാക്കിയാണ് അത് പുറത്തുനിന്ന്. ഭയങ്കര വരുമാനമായിരുന്നു അത്. പക്ഷെ അതിൽ കൈക്കൂലി കൊടുത്തില്ല എന്നൊറ്റ കാരണം കൊണ്ട് ഈ തുമ്പൂർ മഴി എന്ന് പറഞ്ഞ ഈ സാധനം കൊണ്ടുവന്നു. അതിൽ പ്രസംഗിക്കാൻ എന്നെ വിളിച്ചത്. അതാണ് ഞാനത് പറയാൻ കാരണം. കൊടുങ്ങല്ലൂരിൽ ഞാനന്ന് സംസാരിക്കാൻ ചെല്ലുമ്പോൾ 10,000 രൂപയായിരുന്നു അന്ന് ആ പ്ലാന്റിന്. മഞ്ഞളാംകുഴി അടക്കം CPM, കോൺഗ്രസ്, BJP അടക്കം മുഴുവൻ എല്ലാവരും അടക്കം അതിനകത്ത് സർവകക്ഷി സമ്മേളനമായിരുന്നു അതിൽ തീരുമാനിച്ചിരുന്നത് ഈ ബിന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനവിടെ സംസാരിച്ചു 3,500 രൂപയ്ക്ക് ഞാൻ ഉണ്ടാക്കി കൊടുക്കാം. 6,500 രൂപ അത് കോഴയാണ്. അതായത് ഒരു ബിന്നിന് 6,500 കോടി രൂപ, 6,500 രൂപ. അപ്പോൾ 4 ടേമായിട്ട് 1 കോടി ബിന്നുണ്ടാക്കിയാൽ എത്രയായി? 6,500 കോടി രൂപ അടിച്ചു മാറ്റാനുള്ള ഒരു പദ്ധതിയായിരുന്നു അത്. ഞാനിത് സംസാരിച്ചതോടുകൂടി അന്ന് ആ പദ്ധതി ഉപേക്ഷിച്ചു. അത് ആരും വേണ്ടാന്ന് വെച്ചു. നിങ്ങൾ എൻ്റെ പേജിലും എൻ്റെ പഴയ വീഡിയോയ്ക്ക് പോയി നോക്കിയാൽ അതിനകത്ത് ആ ഫോട്ടോ ഉണ്ടാവും, അത് കാണാൻ പറ്റും.
അതിനുശേഷം പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഇപ്പൊ ഈ വർഷമാണ് പിന്നെ അവിടെ ഇവിടെ ചില തുമ്പൂർ മഴ കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്. ഒരു ഗുണമില്ലത്. അത് നിരത്തി വെച്ച് കൊടുങ്ങല്ലൂർ അവിടെ ഇവിടെയൊക്കെ നിരത്തി വെച്ചെങ്കിലും മഴയായപ്പോൾ എല്ലാം ഒലിച്ചിറങ്ങി അവിടെ മുഴുവൻ നാറി നശപുച്ചയാൻ പോയി. ഇതൊന്നുമില്ലാതെ പരിസരത്ത് വെള്ളം, കിണറുകളിൽ വെള്ളം കെടുവരില്ല, അതായത് വെള്ളം ഭൂമിയിലേക്ക് ആഴ്ന്നു പോകില്ല, ഈച്ചയില്ല, പൊടിയില്ല, മണമില്ല, ഒച്ചയില്ല, ബഹളമില്ല, സ്മെല്ലില്ല, ഒന്നുമില്ലാത്ത നല്ലൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പൂട്ടിച്ചിട്ടാണ് ഇമ്മാതിരി തെമ്മാടിത്തരം കാണിച്ചു നടക്കണം. അപ്പോൾ ഇതാണ് ശുചിത്വ മിഷന്റെ അവസ്ഥ. രണ്ടാമത്തത്, ഇവിടെ ഈ തീരദേശ സംരക്ഷണ നിയമം. നിങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിലും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലും ഒക്കെ വികസിച്ചിട്ടുള്ള എല്ലാ രാജ്യങ്ങളും നോക്ക്, ജപ്പാൻ അടക്കമുള്ള മുഴുവൻ രാജ്യങ്ങളും നോക്ക്. ഏതെങ്കിലും ഒരു പഞ്ചായത്തിലെങ്കിലും ഇത് തെളിയിച്ചെടുക്കാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു പഞ്ചായത്തല്ല സാറേ, കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിൽ വർഷങ്ങളോളം പ്രവർത്തിച്ചതാണ് ഈ പ്ലാന്റ്. അവിടെ പൂട്ടിക്കിടപ്പുണ്ട്, CPM പൂട്ടിച്ചതാണ്. നിങ്ങൾ കൊടുങ്ങല്ലൂർ മാലിന്യ സംസ്കരണ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് പഞ്ചായത്ത് അല്ലെ മുനിസിപ്പാലിറ്റി വന്ന് സംസാരിച്ചാണ്. ഇപ്പൊ ഞങ്ങളുടെ മുനിസിപ്പാലിറ്റിയിൽ ഈച്ചയില്ല, കൊതുകില്ല, മണമില്ല, ബഹളമില്ല, ഒന്നുമില്ല, യാതൊന്നും ഇല്ല എന്ന് അവർ ചെയ്ത വീഡിയോ ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്. ഒരു 100% സക്സസ് ആണെന്ന് കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി സാക്ഷ്യപ്പെടുത്തിയ വീഡിയോ ഇപ്പോഴും യൂട്യൂബിൽ കിടപ്പുണ്ട്, യൂട്യൂബിൽ ഫേസ്ബുക്കിലും കിടപ്പുണ്ട്. അത് പൂട്ടിച്ചിട്ടാണ് ഇമാരുള്ള പരിപാടി ചെയ്തതെന്നാ പറഞ്ഞത്. മനസ്സിലായില്ലേ? നിങ്ങൾ ചാപ്പാറ പോയി കഴിഞ്ഞാൽ പ്ലാന്റ് ഇപ്പോഴും അവിടെ പൂട്ടി കിടപ്പുണ്ട്. CPM ആണ് അത് പൂട്ടിച്ചത്. CPM പൂട്ടിപ്പിച്ചുകൊണ്ട് CPM-നെതിരെ അല്ല ഞാൻ പറയുന്നത് കേട്ടോ. പൂട്ടിച്ചത് CPM ആണ്. കാരണം അതിൽ സമരമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാനും അതിൽ സംസാരിക്കാനൊക്കെ പോയ ആളായതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. വരാക്കാലത്ത് നിങ്ങൾ സാബു കൊട്ടൂട്ടി എന്ന ഈ ഒരു യൂട്യൂബർ മാത്രമേ അറിയുള്ളൂ. മറ്റു മേഖലയിലൊക്കെ ഞാൻ ഒരുപാട് മേഖലയിൽ ഇടപെട്ടിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഞാൻ ഇത്ര ഉറപ്പിച്ച് പറയുന്നത്. മഞ്ഞളാംകുഴി ആലിയായിട്ടൊക്കെ ഞാൻ ഈ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മളൊരു റീചാർജ് മീറ്റർ, അതായത് നമ്മുടെ മറ്റേ എന്ത് മീറ്റർ, നമ്മുടെ പുതിയ മീറ്റർ ഉണ്ടല്ലോ, നമ്മളെ റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുന്ന മീറ്റർ, എന്തായാലും പേര് പറയാൻ അവൻ്റെ തുമ്പത്തിരിക്കുന്ന പറച്ചിൽ, നമ്മളെ മൊബൈലൊക്കെ റീചാർജ് ചെയ്യുന്ന പോലെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സംവിധാനം പിന്നെ നമ്മൾ ഏതാണ്ട് 10-18 വർഷം മുമ്പ് നമ്മൾ വെച്ചതാണ്. 18 വർഷം മുമ്പ്. അപ്പോൾ ആ ഒരു 18 വർഷം മുമ്പ് അവതരിപ്പിച്ചിട്ട് അത് ചെയ്യാതെയാണ് ഇപ്പോഴും സ്മാർട്ട് മീറ്ററിന്റെ ഒരു സംവിധാനം ഇപ്പോൾ കൊണ്ടുവന്നത്. ജമാൽ ഇബ്രാഹിം ഇതിന്റെ പരിഹാരം എന്ന് പറഞ്ഞാൽ ആ പ്ലാന്റ് സ്ഥാപിക്കുക, അത്രേ ഉള്ളൂ. അത് സർക്കാർ ചെയ്യില്ല, ശുചിത്വ മിഷൻ അനുവദിക്കില്ല. അവർക്ക് ഈ പദ്ധതികൾക്ക് കൈക്കൂലിയാണ്, കോഴ കൊടുക്കണം, എന്നാലേ നടക്കുള്ളൂ. അയാൾ അതൊക്കെ ഉപേക്ഷിച്ചു, അത് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടേക്കാണ്. ഇപ്പം കുടിവെള്ള ശുദ്ധീകരണമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളായിട്ട് ബന്ധപ്പെട്ട് നടക്കണം മൂപ്പര്. ഇത് KB ജോയ് എന്ന് പറഞ്ഞ ഒരാളുടെ പ്രൊജക്റ്റായിരുന്നു. അത് കേരളത്തിൽ ഒന്നല്ല, ഒരുപാട് പ്ലാൻ ഉണ്ടായിരുന്നു. അതിൽ ചാപ്പാറയിലെ ഒരു പ്ലാന്റ് മാത്രമാണ് വർഷങ്ങളോളം പ്രവർത്തിച്ചത്, അതും പൂട്ടിച്ചു. അത് പൂട്ടിച്ചത് അവിടെ വെള്ളം, കിണറിലെ വെള്ളം മാലിന്യമാകുന്നു എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ അത് പച്ച നുണയാണ്. ഒരു തുള്ളി വെള്ളം ഭൂമിയിൽ ആഴ്ന്നു പോകില്ല എന്ന് മാത്രമല്ല, വെള്ളം പുറത്തേക്ക് ഒഴുകുകയില്ല, തികയില്ല. പുറത്തുനിന്ന് വെള്ളം അങ്ങോട്ട് കൊണ്ടുവരിക അല്ലാതെ അവിടെ നിന്ന് പുറത്തേക്ക് വെള്ളം ഒഴുക്കി വിടാനുള്ള ഇതില്ല. അതായിരുന്നു അതിന്റെ വസ്തുത. അത് എന്തെങ്കിലും പറഞ്ഞ് പൊട്ടിക്കണമല്ലോ, അതാണ്. അപ്പോൾ തീരദേശ സംരക്ഷണ നിയമം നിങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിലും ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലും ജപ്പാൻ പോലുള്ള മറ്റ് വികസിത രാജ്യങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ തീരദേശത്തുള്ള വികസനമാണ് ആ രാജ്യത്തിൻ്റെ വികസനം എന്ന് കാണാം. ഇവിടെ 4 വള്ളം ഇറക്കി മീൻ പിടിക്കുന്നതും 4 ചീനവല ഇട്ടേക്കുന്നതും കാരണം ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റൂല. പിന്നെ തീരദേശത്ത് പ്രവർത്തനങ്ങളൊന്നും ചെയ്യാൻ പാടില്ല, തൊടാൻ പാടില്ല. ഇപ്പം നമുക്കറിയാലോ, മരടിലെ ഫ്ലാറ്റ് സമുച്ചയങ്ങൾ മുഴുവൻ പൊളിച്ചത്. നിയമം മാറണം. അന്ന് മരടിലെ ഫ്ലാറ്റ് ആ സമുച്ചയം മൊത്തം പൊളിച്ചപ്പോൾ പിന്നെ സമാധാനമായി കേരള സർക്കാർക്ക്, രണ്ടുപേർക്കും സമാധാനമായി. ആ ഫ്ലാറ്റ് പൊളിച്ചു കഴിഞ്ഞപ്പോൾ ദൂരപരിധി പിന്നെ നിയമമൂലം മാറ്റി. ഇപ്പോഴും നിലവിലുള്ള നിയമം വെച്ചിട്ട് മരടിലെ ഫ്ലാറ്റ് പൊളിക്കണ്ട, എന്നാൽ പിന്നെ ആ നിയമം ആ ഫ്ലാറ്റ് പൊളിക്കുന്നതിന് മുമ്പ് അങ്ങ് മാറ്റിയാൽ പോരെ. മനസ്സിലായില്ലേ? ലോകത്തുള്ള എല്ലാ വികസിത രാജ്യങ്ങളിലും നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, കടലിലേക്ക് ഇറക്കിയാണ് അവർ ഓരോ നിർമ്മാണ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. കായലിലേക്ക് ഇറക്കിയാണ്, പുഴയിലേക്ക് ഇറക്കിയാണ്. കാരണം ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ പരിസ്ഥിതിക്ക് പ്രശ്നം ഉണ്ടാകാത്ത വിധം ചെയ്യാൻ സാധിക്കും. ചില പ്രദേശങ്ങളിൽ, കായൽ പ്രദേശങ്ങളിലും കടൽ പ്രദേശങ്ങളിലും മുഴുവൻ മരം കൊണ്ടുള്ള കെട്ടിടങ്ങളാണ് ടൂറിസ്റ്റ് സ്പോട്ട്സ് ആയിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. കാരണം അവിടെ കോൺക്രീറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നില്ല. അങ്ങനെ എല്ലാ വിധത്തിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി പ്രൊമനേഡുകൾ ഉണ്ടാക്കിയൊക്കെ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യം വികസിക്കും. പക്ഷെ അതിന് സമ്മതിക്കില്ല. അതിന് പരിസ്ഥിതി സംരക്ഷണ നിയമം, അതിന്റെ ബോർഡ് അങ്ങനെ വെച്ചേക്കാണ്. ഇവിടെ പരിസ്ഥിതി നിറഞ്ഞു. എന്ത് തേങ്ങയാണ്, ഏത് കാലത്താണ് നിൽക്കുന്നത്? ലോകം പോകുന്നതിന്റെ കൂടെ പോവുകയല്ലേ വേണ്ടത്. നമ്മുടെ പരിസ്ഥിതിക്ക് ഒന്നും സംഭവിക്കൂല,
ഒന്നും സംഭവിക്കാതെ ചെയ്യാൻ പറ്റും. നമ്മുടെ പരിസ്ഥിതിയിൽ കോട്ടം വരുന്നത് പ്രകൃതിക്ക് ചേരാത്ത ബിൽഡിങ്ങുകളും മറ്റു കാര്യങ്ങളും ഉണ്ടാക്കി വെക്കുന്നത്. നിങ്ങളൊരു മലയിലുണ്ടാക്കുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ ഉണ്ടാക്കുന്ന ഒരു ബിൽഡിംഗ് ശ്രദ്ധിച്ചു നോക്കും. ഈ സർക്കാർ കെട്ടിടം ഉണ്ടാക്കി വെക്കുന്നത് കുറച്ച് പില്ലർ നിർത്തിയിൽ ഒരു പെട്ടിക്കൂട് കോൺക്രീറ്റ് ചട്ടപ്പെട്ടി പോലെയാണ് ഉണ്ടാക്കി വെക്കുന്നത്. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മനോഹര ഒരു രൂപം ഉണ്ടാക്കാറുണ്ട്? ഇല്ല. അപ്പോൾ അതുപോലെയാണ് എല്ലാം. ഇവിടെ KCBയെ സംബന്ധിച്ചിടത്തോളം നമുക്കതിലേക്ക് വരാം. KCBയെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ഇവിടെ KCB ഇതുപോലൊരു മുൻകാഴ്ച ഇല്ലാത്ത ഒരു സ്ഥാപനമായി നിലനിന്ന സമയത്താണ് ഇത് സ്വകാര്യവൽക്കരിച്ചു കഴിഞ്ഞാൽ നന്നാവും എന്നുള്ളൊരു അഭിപ്രായം പലരും പറഞ്ഞത്. പക്ഷേ സ്വകാര്യവൽക്കരിച്ചു കഴിഞ്ഞാൽ നന്നാവും എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ എന്താ പറ്റുന്ന ഒരു കോമ്പറ്റേറ്റർ വേണം. അതിവിടെ ഇല്ല. ഇവിടെ 40-ന് പുറത്ത് കമ്പനികളുണ്ട്. സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം നടത്തുന്ന 40-ന് പുറത്ത് കമ്പനികൾ കേരളത്തിലുണ്ട്. ഈ 3.5 കോടി ജനങ്ങളുടെ ഇടയിലുണ്ട്. പക്ഷെ ഞാനും നിങ്ങളും അടങ്ങുന്ന പൊതുസമൂഹത്തിന് വൈദ്യുതി, ഗാർഹിക ആവശ്യത്തിനുള്ള വൈദ്യുതി കൊടുക്കാൻ വേണ്ടിയിട്ട് ആകെ ഇവിടെ ഉള്ളത് KCB ആണ്. ഒരേ ഒരു കമ്പനിയേ ഉള്ളൂ. മറ്റ് കമ്പനികൾക്ക് ഈ സർക്കാർ അനുമതി കൊടുത്തിട്ടില്ല. എന്തുകൊണ്ട്? ഈ ചോദ്യം നിങ്ങളുടെ മുന്നിൽ വെക്കാനാണ് ഞാൻ ഇന്ന് ലൈവിൽ വന്നത്. എന്തുകൊണ്ടാണ് സർക്കാരിന് പുറത്തുള്ള മറ്റ് കമ്പനികൾ, അംബാനിക്കും അദാനിക്കും അടക്കം മറ്റുള്ളവർക്ക് കേരളത്തിന്റെ വൈദ്യുതി മേഖല തുറന്നിട്ട് കൊടുത്ത എന്തോ കുഴപ്പം? ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. 1994-95 കാലഘട്ടങ്ങളിലാണ് കൊച്ചിയിൽ BPL മൊബൈൽ വരുന്നത്. സാർ, എനിക്കൊരു ബിൽഡിംഗ് ഉണ്ട്, അത് വാടകയ്ക്ക് കൊടുത്തതാണ്. അതിൽ അന്യ സംസ്ഥാന തൊഴിലാളികളാണ്. ആ ബിൽഡിങ്ങിന്റെ കറണ്ട് ബിൽ 1490. എൻ്റെ വീടിന്റെ അക്കൗണ്ട്, എൻ്റെ കറണ്ടിന്റെ ബിൽ 900. വാടക വീട്ടിൽ മൊബൈൽ ചാർജ്, ഫാനും മാത്രം. സാറേ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്ന്, അത് കൊമേഴ്സ്യൽ ബിൽഡിംഗ് ആണോ അല്ല മറ്റേതാണോ എന്ന് ആദ്യം നോക്കണം. പിന്നെ അവർ ചിലപ്പോൾ വാട്ടർ ഹീറ്ററൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും. അതാണ് കറണ്ട് ബില്ല് കൂടുന്നത്. എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് നോക്ക്. അതല്ലെങ്കിൽ എർത്ത് ലീക്കേജ് നോക്ക്. നിങ്ങളുടെ മീറ്റർ ഇലക്ട്രോണിക് മീറ്റർ ആണെന്നുണ്ടെങ്കിൽ അത് എർത്തിന്റെ ചിഹ്നം കാണിക്കുന്നുണ്ടോ എന്നൊന്ന് പോയി നോക്കിയാൽ മതി. പോയിട്ട് നാളെ ഒന്ന് പകല് പോയിട്ട് അതിൽ എർത്തിന്റെ ചിഹ്നം ഒന്നുണ്ടോ നോക്ക്. നമ്മൾ ആന്റിനേന്റെ ചിഹ്നം ഉണ്ടല്ലോ, ആന്റിനേന്റെ ചിഹ്നം, അതുപോലെ എവിടെയെങ്കിലും എർത്തിന്റെ ഒരു ചിഹ്നം അതിനകത്ത് ഉണ്ടോന്ന് നോക്ക്. തെളിഞ്ഞു കിടപ്പുണ്ടോന്ന്. അത് തെളിഞ്ഞു കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ എവിടെയോ ലീക്കേജ് ഉണ്ട്. ആ ലീക്കേജ് മാറ്റണം. അതല്ല, അങ്ങനെ ഒരു പ്രശ്നം അതിനകത്ത് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ, സിറിൽ സാറിനോടാണ് പറയുന്നത്, അങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾ അതിനകത്ത് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഹീറ്ററോ അല്ലെങ്കിൽ അതുപോലെ മറ്റെന്തെങ്കിലും അയൺ ഇതുപോലെയൊക്കെ പലതവണ ഉപയോഗിക്കുന്നുണ്ടാകും. അതുകൊണ്ടാണ് അതങ്ങനെ വരുന്നത്, അല്ലെങ്കിൽ വരില്ല. ഓക്കെ. പിന്നെ കൊമേഴ്സ്യൽ ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ അതിന് വേറെ താരിഫാണ്, ചിലപ്പോൾ അങ്ങനെയും വരാം. പിന്നെ ഈ 1490 വരുന്നതിന്റെ കാരണം എന്നറിയാം. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്, നമ്മൾ ഇപ്പം ഞാൻ ഉദാഹരണം പറയാം. 1 മുതൽ 100 വരെ യൂണിറ്റിന് 5 രൂപ ചാർജ് ചെയ്യുന്നു. എക്സാമ്പിൾ പറയാം കേട്ടോ. 5 രൂപയാണെന്ന് കൂട്ടിക്കും. 100 യൂണിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 500 രൂപ കൊടുത്താൽ മതി. 101 മുതൽ 200 വരെയുള്ള യൂണിറ്റിന് ചിലപ്പോൾ 10 രൂപയായിരിക്കും ചാർജ്. അങ്ങനെ വരുമ്പോൾ 500-ഉം പിന്നെ 101, ഒരു യൂണിറ്റിന് 510 രൂപ കൊടുത്താൽ പോരെ. നിങ്ങൾ 101 യൂണിറ്റിനും നിങ്ങൾ 10 രൂപ വെച്ച് കൊടുക്കണം. 1010 രൂപ കൊടുക്കേണ്ടി വരും. മനസ്സിലായില്ലേ? പിന്നെ 200 മുതൽ 300, 201 മുതൽ 300 വരെ ഉള്ളതിന് 30 രൂപയാണ് ചാർജ് എന്നുള്ളെങ്കിൽ 201 യൂണിറ്റ് ആയി കഴിഞ്ഞാലും ആ 201 യൂണിറ്റിനും നിങ്ങൾ 30 രൂപ വെച്ച് കൊടുക്കേണ്ടി വരും. ഇങ്ങനെയാണ് കറണ്ട് ബില്ല് കണക്ക് കൂട്ടുന്നത്. അപ്പോൾ നിങ്ങൾ 1490 വരുന്നതിന് തൊട്ട് താഴെ ഒരു 500 യൂണിറ്റ് വരെ ഇത്ര ചാർജ് എന്ന് പറഞ്ഞാൽ 500 യൂണിറ്റ് സ്ഥാനത്ത് 499 നിർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിന്റെ പകുതി ചാർജ് മതിയാവും. അത് 500ലേക്ക് ചാടിക്കഴിഞ്ഞാൽ മൊത്തം യൂണിറ്റിനും കൂടെ ആ പുതിയ താരിഫിലേക്ക് കയറും. അത് നമ്മുടെ ഒരു വൃത്തികെട്ട കണക്ക് കൂട്ടൽ രീതിയാണ്. അതും കൂടി നിങ്ങൾ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. സിവിൽ സാറേ, അതും കൂടെ ഒന്ന് നോക്കിക്കോളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ കറണ്ട് ചാർജിന്റെ സ്വകാര്യവൽക്കരണമാണ്. ഇവിടെ അംബാനി, അദാനി പോലുള്ള ഒരുപാട് കമ്പനികൾ ഇവിടെ വരാൻ അവർ തയ്യാറുമാണ്. ഇവിടെ ഇപ്പോൾ കേരളത്തിൽ തന്നെ ഒരുപാട് കമ്പനികൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അവർ അവരുടേതായ ആൾക്കാരുടെ മേഖലയിൽ കൊടുക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ പൊതുമേഖലയിൽ നമ്മുടെ സാധാരണക്കാർക്ക് കൊടുക്കുന്നത് KCB ആണ്. KCB എന്ന ഒരു ഒറ്റ സ്ഥാപനം മാത്രം ഇവിടെ ഉണ്ടാകുന്നതിന്റെ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് സർക്കാരിന്റെ, മന്ത്രിമാരുടെ, മറ്റു ഉദ്യോഗസ്ഥരുടെ, യൂണിയൻകാരുടെ ഒക്കെ കീഴിൽ അത് നിൽക്കുമ്പോൾ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങിയിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ജലവൈദ്യുത നിലയങ്ങളിലുള്ള മോട്ടറും അതും എല്ലാം കേടുവരുത്തി അവിടെ ഇട്ടിട്ട് അത് ശരിയാക്കാതെ അതിന്റെ ഉൽപാദനം കൂട്ടിക്കൊണ്ട്
ഇവിടെ നമ്മുടെ വൈദ്യുതി പ്രതിസന്ധി തീർക്കാതെ, അതായത് 5ന്റെ പൈസ ചെലവില്ലാതെയാണ് ആ വൈദ്യുതി കിട്ടുന്നത് മനസ്സിലാകണം. ഈ അംബാനിയും അദാനിയും ഒക്കെ നമുക്ക് അവർ കറണ്ട് ഉണ്ടാക്കി കൊടുക്കുന്നത് അവർ കൽക്കരി വില കൊടുത്ത് വാങ്ങിയിട്ടാണ്. എന്തായാലും വില കൊടുത്ത് ഇന്ധനം വാങ്ങി, ഡീസൽ ആയാലും കൽക്കരി ആയാലും വില കൊടുത്ത് വാങ്ങി അത് കത്തിച്ച് അതിന്റെ പൊല്യൂഷൻ വേറെ ഉണ്ട്. അപ്പൊ അത് ഉണ്ടാക്കിയിട്ട് അതിന്റെ വൈദ്യുതിയാണ് നമുക്ക് ഈ രീതിയിൽ അവർ വില കുറച്ച് കൊടുക്കുന്നതെന്ന് ചിന്തിക്കണം. അപ്പൊ ഇവിടെ നമുക്ക് കേരളത്തിൽ ഇത്രയധികം ഡാമുകൾ, ഇത്ര സുലഭമായി കിട്ടുന്ന നദികൾ, അതിലെ വെള്ളം അത് തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. അത് മര്യാദയ്ക്ക് എല്ലാം ജനറേറ്ററുകളും കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് ആ വൈദ്യുതി സൗജന്യമായി കിട്ടുന്ന ആ വെള്ളം ഉപയോഗിച്ചിട്ട്, കിലോയ്ക്ക് എത്ര രൂപയ്ക്കാണ് വെള്ളം വാങ്ങണേ? അതിന്റെ ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ സൗജന്യമായിട്ട് കിട്ടുന്ന ആ കറണ്ട് എടുത്ത് വളരെ തുച്ഛമായ പൈസയ്ക്ക് കൊടുക്കാമെന്നിരിക്കെ, കേരളത്തിൽ അത്രത്തോളം വില കുറച്ച് കൊടുക്കാമെന്നിരിക്കെ അതൊന്നും സർവീസ് ചെയ്യാതെ, അതൊന്നും റിപ്പയർ ചെയ്യാതെ, ഒന്നും ചെയ്യാതെ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുന്നത് ഈ യൂണിയൻകാർക്കും ഈ പറഞ്ഞ മന്ത്രിമാരടക്കമുള്ള മുഴുവൻ ആൾക്കാർക്കും കൈക്കൂലി വാങ്ങാനല്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുന്നത്? ഇതിനുള്ള ഭാരം മുഴുവൻ നമ്മളിലേക്കുന്നത്. അവർ വൻകിട സ്ഥാപനങ്ങൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും കോടിക്കണക്കിന് രൂപ പെൻഡിങ് വന്നാൽ ഒരു പ്രശ്നമില്ല. ആ കോടിക്കണക്കിന് രൂപ, ഇപ്പോൾ 200 ചില്ലാനം കോടി രൂപ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ മന്ത്രി എഴുതി തള്ളാൻ പറഞ്ഞത് KSEBയെ കൊണ്ട്. അത് എഴുതി തള്ളിയിട്ട് ആ ഭാരം വൻകിടക്കാരായ ആൾക്കാർ, മുതലാളിമാർ, അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അവരുടെ മുഴുവൻ വൈദ്യുതി ധൂർത്തിന്റെ അത് എടുത്ത് ആ പണം അവർക്ക് ഒഴിവാക്കി കൊടുത്തുകൊണ്ട് ആ ഒരു നഷ്ടം, അല്ലെങ്കിൽ ആ ചെലവാകുന്ന പണം ഇവിടുത്തെ സാധാരണക്കാരന്റെ പെരടിക്ക് ഇട്ടുകൊടുക്കുന്ന ഈ സംവിധാനം വേണോ എന്നാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. അതിനേക്കാൾ നമ്മൾ ശക്തമായി നമ്മൾ പ്രതികരിക്കണം. നമ്മുടെ കേരളത്തിലെ വൈദ്യുതി ഉപഭോക്താക്കൾ, KSEBിന്റെ വൈദ്യുതി ഉപഭോക്താക്കൾ ഒന്നായി പ്രതികരിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി വരും. ഇവിടെ KSEB പോലെ ആ ലൈനിൽ കൂടെ തന്നെ വരും. അതിനൊന്നും പ്രശ്നമൊന്നുമില്ല. മീറ്റർ വേറെ വെച്ചാൽ മതി. അവരതിലേക്ക് പ്രസരിച്ച് കൊടുത്തോളൂ, വൈദ്യുതി കൊടുത്തോളൂ. അതിനെ കണക്കൂട്ടിയെടുക്കാനുള്ള സംവിധാനമുണ്ട്. നമ്മൾ സോളാർ വൈദ്യുതി നമ്മൾ ഗ്രിഡിലേക്ക് കൊടുക്കുന്നുണ്ടല്ലോ, ഒരു ലൈനിലൂടെ തന്നെ കൊടുക്കുന്നത്, അതിന്റെ കണക്ക് നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ അവർ വിതരണം നടത്തിക്കോളും. നമുക്ക് നമ്മുടെ വീട്ടിൽ 2 മീറ്റർ വെക്കാം. ഒന്ന് KSEBിന്റെ മീറ്ററും ഒന്ന് അദാനിന്റെ മീറ്റർ, 2 ഉണ്ടായിക്കോട്ടെ. KSEBിന്റെ മീറ്ററിന്റെ മെയിൻ സ്വിച്ചും കൊണ്ട് ഓഫാക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ അദാനിന്റെ ഓണാക്കി കൊടുത്താൽ മതി. അപ്പൊ അദാനിന്റെ കറണ്ട് നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാം. അങ്ങനെ ഏതാണ് മെച്ചമെന്ന് കഴിഞ്ഞാൽ ആദ്യത്തെയും കട്ടാക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. മുമ്പ് കൊച്ചിയിൽ, അത് പറഞ്ഞപ്പോഴാണ് വിഷയം മാറിപ്പോയത്. കൊച്ചിയിൽ BPL മൊബൈൽ ഉണ്ടായിരുന്ന കാലത്ത് മൊബൈൽ ചാർജ് എത്രയെന്ന് അറിയില്ല, 94-95 കാലഘട്ടങ്ങളിലാണ്. പിന്നെ അവിടെ നിന്ന് എസ്കോട്ടൽ വന്നു. എസ്കോട്ടൽ വന്നു കഴിഞ്ഞപ്പോഴാണ് കേരളത്തിൽ അവിടെയും ഇവിടെയും ഒക്കെ റേഞ്ച് വന്നത്. അത് ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ വീട്ടിൻ്റെ ഇവിടെയൊക്കെ റേഞ്ച് ഉണ്ടായിരുന്നു, ചെറിയൊരു റേഞ്ച് ഉണ്ടായിരുന്നു, ഒരു കോർണർ ഉണ്ടായിരുന്നു. അവിടെ നിന്നായിരുന്നു വിളിച്ചിരുന്നത്. ഏതാണ്ട് അന്നത്തെ 240-250 രൂപ റീചാർജ് കഴിഞ്ഞാൽ 50-60 രൂപയാണ് നമുക്കതിൽ വിളിക്കാൻ കിട്ടുക ഔട്ട് ഗോയിങ്ങിന്. ബാക്കിയൊക്കെ പല ചാർജായിട്ട് പോകും. 10-100 മെസ്സേജ് ഉണ്ടാവും. പിന്നെ ഇൻകമിങ്ങിന് പൈസ വേറെ. അപ്പോൾ ഇങ്ങോട്ട് വിളിച്ചാൽ നമ്മൾ ഫോൺ എടുക്കൂല. ഇങ്ങോട്ട് മിസ് കാൾ കണ്ടു കഴിഞ്ഞാൽ അത് കട്ടാക്കിയിട്ട് അങ്ങോട്ട് വിളിച്ചിട്ട് ഒരു 10-15 സെക്കൻഡ് സംസാരിച്ച് അങ്ങോട്ട് വെക്കും. കാര്യം മിനിറ്റ് ബില്ലിംഗ് ആണെങ്കിൽ 1 മിനിറ്റിന് തൊട്ടും പോക്കും. പിന്നെ അത് സെക്കൻഡ് ബില്ലിംഗ് ആയി, സെക്കൻഡിന് പൈസയായി. അപ്പൊ ഇങ്ങനെയൊക്കെ പല ഘട്ടങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇന്ന് നമ്മൾ അൺലിമിറ്റഡ് ആസ്വദിക്കുന്നത് ചിന്തിക്കണം. അപ്പോൾ ആ എസ്കോട്ടലും BPLും ഉണ്ടായിരുന്ന കാലത്ത് ഇങ്ങനെ ഭീമമായ പൈസ ഉണ്ടായിരുന്നത്. പിന്നെ അത് ഹച്ചായി, വോഡഫോണായി. പിന്നെ അത് കഴിഞ്ഞ് BSNL വന്നു. BSNL വന്നു കഴിഞ്ഞപ്പോൾ അപ്പോഴേക്കും എയർടെൽ എല്ലാം ഉണ്ട്. പിന്നെ എയർടെലൊക്കെ വന്നു കഴിഞ്ഞു. BSNL വന്നു കഴിഞ്ഞപ്പോൾ ഇൻകമിങ് കോൾ ഫ്രീ ആക്കി. അപ്പോൾ ബാക്കിയുള്ളവരും ഇൻകമിങ് കോൾ ഫ്രീ ആക്കേണ്ടി വന്നു. തൽക്കാലം കുറച്ച് പൈസ, ഒരു 50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു മാസം ഇൻകമിങ് എന്നൊക്കെ പറഞ്ഞതൊക്കെ സിം മാറാതിരിക്കാൻ പഠിച്ചവണെ 18 നോക്കിയെങ്കിലും അപ്പോൾ അതൊക്കെ ഒഴിവാക്കി. അവസാനം ഇൻകമിങ് ഇല്ലാതായി. അപ്പോഴും 290 രൂപ, 300 രൂപ, 400 രൂപ ഒക്കെ, ഒരു 290 രൂപ, 285 രൂപ, 200 അത്രയൊക്കെ ആയിരുന്നു പൈസ. അത് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 1 GB നെറ്റ് കിട്ടും, അല്ലെങ്കിൽ 1.5 GB നെറ്റ് കിട്ടും. അത് ഒരു മാസത്തേക്കാണ്. പിന്നെ ഇത്ര മിനിറ്റ് കോള്, പിന്നെ ഒരു 100-200 SMS. ഇതായിരുന്നു നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഇതുകൊണ്ട് നമ്മൾ ഒരു ഫോൺ ഒരു മാസം നമ്മൾ ഉപയോഗിച്ചിരുന്നു. ആ ഒരു 1 GB നെറ്റും അതുപോലെ 1.5 GB നെറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഈ രീതിയിൽ നല്ല പണം മുടക്കി നമ്മൾ ചെയ്തുകൊണ്ട് ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട് പൈസ തീർന്നു എന്ന് വരും. ഒരാഴ്ച കൊണ്ട് പൈസ തീരുമ്പോൾ നമ്മൾ വീണ്ടും റീചാർജ് 249, 259, 289 ഒക്കെ നമ്മൾ വീണ്ടും റീചാർജ് ചെയ്യണം. ഇങ്ങനെ ചെയ്തുകൊണ്ട് പോയ സമയത്താണ് ജിയോയുടെ വരവ്. ഇതിനിടയിൽ റിലയൻസ് വന്നു പോയിരുന്നു. അത് വില കൊടുത്ത് വലിയ വിലയ്ക്ക് ഫോൺ വാങ്ങാത്തവർക്ക് 501 രൂപയ്ക്ക് ഫോൺ കൊടുത്തുകൊണ്ട് വന്ന സിസ്റ്റമാണ്.
അതിനെ നമ്മളിതിൽ കൂട്ടണ്ട. അത് CDMA ഫോൺ അവർ കൊടുത്തേ ഉള്ളൂ. അതിനിടയിലാണ് ജിയോ വന്നത്. ജിയോ സിമ്മിന് പകരം അവർ ഫോണ് തന്നെ കൊടുത്തു. ഫോണ് കുറഞ്ഞ പൈസയ്ക്ക് 7000, 6000, 7000 റുപ്യക്ക് നല്ല 4G ഫെസിലിറ്റിയുള്ള ഫോൺ, 3G 4G ഫെസിലിറ്റിയുള്ള ഫോൺ അങ്ങോട്ട് വിറ്റു. ഹൈ സ്പീഡ്, അതാണ് നമ്മൾ ചിന്തിച്ചത്. ഇത്രയും സ്പീഡിൽ ഇന്റർനെറ്റ് യൂസ് ചെയ്യാൻ കഴിയുമെന്ന് അങ്ങനെ പഠിച്ചത്. അതോടുകൂടി കഥ അങ്ങോട്ട് മാറി. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന എത്രയാണ്? ഒരു 299 രൂപ നമ്മൾ ചെലവഴിക്കുകയാണെന്നുണ്ടെങ്കിൽ 1.5 GB വീതം 30 ദിവസം കിട്ടും, അല്ലെങ്കിൽ 28 ദിവസം കിട്ടും. എന്ത് കൊള്ളയായിക്കോട്ടെ കിട്ടും. അത് പോരാതെ ഈ പറഞ്ഞ 28 ദിവസം 30 ദിവസം അൺലിമിറ്റഡ് എത്ര കോൾ ചെയ്താലും അത്ര തന്നെ വരുള്ളൂ. പിന്നെ അതുപോലെ ആയിരക്കണക്കിന് മെസ്സേജ് ഇല്ലേ, അത്രയും SMS നമുക്ക് ചെയ്യാം. അതായത് അൺലിമിറ്റഡ് കോൾ, ഇൻകമിങ് ഫ്രീ. അതായത് 1.5 GB നെറ്റൊക്കെ ഒരു ദിവസമുണ്ട്. നമ്മൾ ഒരിക്കലും ഒരാൾ പോലും നമ്മുടെ ഈ നെറ്റ് യൂസ് ചെയ്യുന്നില്ല, തീരുന്നില്ല. ഇനി എൻ്റെ വീട്ടിൽ ഞാൻ ഉപയോഗിക്കുന്ന ഫൈബർ BSNL ഫൈബറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നേരത്തെ കേരള വിഷന് റെഗുലർക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ BSNL ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അത് ഏതാണ്ട് 750 രൂപയോളം ഞാൻ ചെലവഴിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന ഇതെന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ആണ്. ഏതാണ്ട് 10,000-3000 GB എനിക്ക് ഉപയോഗിക്കാം. പക്ഷേ 1000 GB പോലും ഞാൻ മാസം ഉപയോഗിക്കുന്നില്ല. ഒരു 300, മാക്സിമം 400, അതിൻ്റെ ഇടയിൽ ഞാൻ നിൽക്കും. അപ്ലോഡ് ഡൗൺലോഡ് എല്ലാം കൂടെ അതിന് താഴെയാണ് എൻ്റെ യൂസേജ്. എന്നാലും എനിക്ക് കുഴപ്പമില്ല. എൻ്റെ വീട്ടിലെത്തുമ്പോൾ എൻ്റെ 2 ലാപ്ടോപ്പ്, പിന്നെ 4-5 ഫോണുകൾ, പിന്നെ ഒരു TV, ഇതെല്ലാം ഇതിലാണ് വർക്ക് ചെയ്യുന്നത്. വേറെ എക്സ്പെൻസ് ഇല്ല. അപ്പോൾ അത്രയധികം ഇൻ്റർനെറ്റിന് റേറ്റ് കുറഞ്ഞു, കോൾ ചെയ്യാൻ റേറ്റ് കുറഞ്ഞു. ഇപ്പോൾ ഇതിനിടയിൽ ഞാൻ വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ താഴെ ഒരാളൊരു കമൻറ്റ് ഇട്ടു, ഇപ്പോൾ ചിലവ് കൂടിയൊക്കെയാണ്. ചിലവ് കൂടിയെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് 2 ഫോണും 4 സിമ്മും ഉണ്ടെങ്കിൽ ചിലവ് കൂടും, സ്വാഭാവികം. ഞാൻ ഒരു സിമ്മും ഒരു കണക്ഷൻ്റെ കാര്യമാണ് പറഞ്ഞത്. ആ നിലയ്ക്ക് റേറ്റ് കുറഞ്ഞു വന്നത് 20 വർഷം മുമ്പ്, അതായത് 2000-ലാണ് ഞാൻ ആദ്യം എസ്കോട്ടൽ സിമ്മും കൊണ്ട് പൂക്കോട്ടിൽ എന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നത്. 24 വർഷത്തിന് ഇപ്പം നോക്കുമ്പോൾ അന്നത്തെ പൈസ വേണ്ട. അന്ന് 240, 250 രൂപ ചെലവഴിച്ചിരുന്നുണ്ടെങ്കിൽ അന്ന് ഒരു ദിവസത്തെ കൂലി എന്ന് പറയുന്നത് ഏകദേശം 200 രൂപ, 225 രൂപയുള്ളൂ കൂലി, അതിലേറെ ഇല്ല. ഇന്ന് 1200 രൂപയുണ്ട് കൂലി. 1200 രൂപ ഉള്ള സമയത്ത് ഇന്ന് ആ പൈസ തന്നെ വരുന്നുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, വളരെ കുറവാണ് ഇന്നത്തെ റേറ്റ് എന്ന് പറയുന്നത്. ഈ നിലയ്ക്ക് കുറഞ്ഞു വന്നത് ഒരുപാട് കമ്പനികൾ ഇവിടെ മത്സരിക്കാൻ വന്നതുകൊണ്ടാണ്. അത് BSNL ആയിക്കോട്ടെ. അപ്പോൾ BSNL ഇപ്പോൾ മത്സരിച്ച് വീണ്ടും റേറ്റ് കുറച്ചപ്പോൾ ബാക്കിയുള്ളവരിപ്പോൾ പെരടിക്ക് പിടിച്ച് നിൽക്കുകയാണ്. അവർ റേറ്റ് കുറയ്ക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. നിവൃത്തിയില്ല, എല്ലാവരും അങ്ങോട്ട് മാറി. കാര്യം 140 സംതിങ് രൂപ എടുത്തു കഴിഞ്ഞാൽ 30 ദിവസത്തേക്ക് കോൾ ചെയ്യാൻ പറ്റും. 2 GB നെറ്റ് കിട്ടും BSNL. അങ്ങനെ ആയപ്പോൾ ബാക്കിയുള്ള 2-3 സിമ്മുകൾ ഉണ്ടായിരുന്നവർ ഒരു സിമ്മ് മാത്രം അവിടെ മറ്റൊന്ന് നിലനിർത്തിയിട്ട് ബാക്കി 2 സിമ്മ് നേരെ BSNLക്ക് വന്നു. അപ്പോൾ വൻപിച്ച നഷ്ടമാണ് വന്നത്. എങ്ങനെ ഇത് വരാൻ സാധിച്ചത്? ഈ റേറ്റ് വ്യത്യാസമാണ്. അതുപോലെ നമുക്ക് KSEBയിലും ചെയ്യാൻ പറ്റും. KSEBയിൽ ഇന്ന് KSEB എന്ന് പറയുന്ന ഒരു ഒറ്റ സ്ഥാപനം മാത്രമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇലക്ട്രിസിറ്റി മേഖലയിൽ മറ്റ് കമ്പനികളെ, പുറത്തു നിന്നുള്ള കമ്പനികളെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ സാധിച്ചാൽ, അല്ലെങ്കിൽ അതിനെ അനുവദിച്ചു കഴിഞ്ഞാൽ, ഈ സർക്കാരിനെ അതിനെക്കൊണ്ട് സമ്മതിപ്പിച്ചു കഴിഞ്ഞാൽ, അദാനിയും ഈ പറഞ്ഞ അംബാനിയും ടാറ്റയും ബിർളയും എല്ലാവരും ഇങ്ങോട്ട് കേരളത്തിലേക്ക് വൈദ്യുതിയും കൊണ്ട് വരും. അങ്ങനെ വരുമ്പോൾ അവർ തമ്മിൽ മത്സരമാകും. കാരണം അവർക്ക് കസ്റ്റമേഴ്സ് വേണം. കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിലല്ലേ മത്സരം വരുള്ളൂ. കൂടുതൽ ആൾക്കാർ, വിതരണക്കാർ കൂടുതലുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ കസ്റ്റമറെ പിടിക്കാൻ വേണ്ടിയിട്ട് അവർ മത്സരിക്കും. അങ്ങനെ മത്സരിക്കുമ്പോൾ അവർ വലിയ വലിയ ഓഫറുകളൊക്കെ കൊടുക്കും. എങ്ങനെയൊക്കെ ആയാലും കുറച്ച് ഓഫറും കാര്യങ്ങളും കിട്ടും. നിലവിലുള്ള താരിഫ് ഇതേപോലെ അന്തം കെട്ട് കുന്തം വിഴുങ്ങിയ തോതിൽ കൂട്ടാൻ ആരും തയ്യാറാവില്ല. പിന്നെ KSEB ആണ് ഇവിടെ റെഗുലേറ്ററി ബോർഡ് വെച്ച് ഈ കൊലങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ വരുന്ന കമ്പനികൾ പുറത്തുനിന്നായതുകൊണ്ട് അവർ അവിടുത്തെ അതേ താരിഫിൽ തന്നെ ഇവിടെ തരാൻ അവർ ശ്രമിക്കും. അവർക്ക് വേണ്ടിയിട്ട് നിയമം മാറിയെന്ന് വരും. ചുരുക്കം പറഞ്ഞാൽ ഇവിടെ KSEB മാത്രമായതുകൊണ്ടാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത്. അത് മാറി മറ്റ് കമ്പനികൾ വരണം. മറ്റ് കമ്പനികൾ അതിനുവേണ്ടിയായിരിക്കണം ഇനി നമ്മൾ സംസാരിക്കേണ്ടത്. അതിനൊരു തുടക്കമായിരിക്കണം ഈ പറയുന്ന ലൈവ് എന്ന് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഷെയർ ചെയ്യണം. എല്ലാ ചാനലും ഡിഫറൻ്റ് ആംഗിൾസ് എന്ന് പറഞ്ഞ ചാനൽ ഡിഫറൻ്റായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ സപ്പോർട്ട് മാത്രമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ വീഡിയോസ് മുഴുവൻ നിങ്ങൾ കാണണം. എനിക്കത് മാത്രമേ സപ്പോർട്ട് നിങ്ങളുടെ ആവശ്യമുള്ളത്. കാരണം ഇപ്പോൾ ഗൂഗിളിൻ്റെ അൽഗോരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമൻറ്റുകൾ എഴുതിയില്ല എന്നുണ്ടെങ്കിൽ, അതിൽ നമ്മൾ മുഴുവൻ കണ്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതാരെയും കാണിക്കില്ല, അതവിടെ കിടക്കും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ ഈ കാലിക പ്രസക്തിയുള്ള ആവശ്യമുള്ള വീഡിയോകളാണ് കൂടുതൽ ഇടുന്നത്. ഇടയ്ക്കൊക്കെ പൊടുപ്പും തങ്ങളും വെച്ചുകൊണ്ട് മറ്റ് കാര്യങ്ങളൊക്കെ എഴുതുന്നുണ്ടെങ്കിലും
ഇത് പറയുന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ നന്നായിട്ട് സംസാരിക്കാറുണ്ട്. പക്ഷെ അതിനൊക്കെ 1000 വ്യൂസ് പോലും കയറാറില്ല. ആവശ്യമില്ലാഞ്ഞിട്ടല്ല, ആൾക്കാർക്ക് ഹരം കൊള്ളിക്കുന്ന ഇത് തുടയും മുലയും ഒക്കെ കാണിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതാണ് ആൾക്കാർക്ക് താല്പര്യം. എന്നെ സംബന്ധിച്ചിടത്തോളം അത് അത്ര കണ്ടങ്ങോട്ട് പറയാൻ തീരെ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ കോലത്തിൽ പറഞ്ഞു പോകുന്നത്. പക്ഷേ നമ്മളിവിടെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ ജീവിക്കണം. നയിച്ചുണ്ടാക്കുന്ന പണം വെറുതെ മറ്റുള്ളവർ വെട്ടി വിഴുങ്ങുന്ന അവസ്ഥയിലേക്ക് പോകുന്നവരോട് എന്തോ എനിക്കൊരു താല്പര്യക്കേടുണ്ട്. അത് ഞാൻ തുറന്നു പറയാണ്. അപ്പോൾ എൻ്റെ ലൈവ് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോ ചെയ്യുകയും ഒക്കെ വേണം. അതുപോലെ അതിൽ കമൻറ്റുകൾ രേഖപ്പെടുത്തണം. എന്തെങ്കിലുമൊക്കെ ഒന്ന് കുത്തിയിട്ടിട്ട് പോകണം, എന്നാലേ അതൊന്ന് കുത്തിപ്പൊങ്ങാൻ നോക്കുള്ളൂ. എന്നാൽ എനിക്ക് ഇതുപോലെ ഇനി ലൈവ് നടത്തുമ്പോഴും കാര്യങ്ങൾ ഓരോന്ന് അവതരിപ്പിക്കുമ്പോഴും കൂടുതൽ റീച്ചുകൾ വരും. ഇപ്പോൾ നോക്കൂ, 43 പേരാണ് എൻ്റെ വീഡിയോ, എൻ്റെ ലൈവ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത് പോരാ. ഇത്തരത്തിലുള്ള ഒരു വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ 4300 പേരെങ്കിലും മിനിമം വേണം എന്നാണ് ഞാൻ പറയുന്നത്. അത്രത്തോളം വേണത്. കാരണം ഇത് എൻ്റെ നിങ്ങളെ മാത്രം വിഷയമല്ല. നോക്കൂ, 16 പൈസ കൂടി എന്ന് പറയുമ്പോൾ പെർ യൂണിറ്റ് 16 പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ വർധനയാണ്. ഈ മാസം കഴിഞ്ഞാൽ അടുത്ത വർഷം വീണ്ടും കൂടുന്നുണ്ട്. അടുത്ത മാസം എന്ന് പറഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞാൽ വർഷമായി. അടുത്ത വർഷം കൂടുന്ന പറഞ്ഞ് ഏതാണ്ട് നല്ല എമൗണ്ട് കൂടുന്നുണ്ട്. അത്രയധികം എമൗണ്ട് കൂടുമ്പോൾ അതൊരു വലിയ പ്രതിസന്ധി തന്നെയാണ്. നമുക്ക് ഇനിയും കൂട്ടി 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 കൊണ്ടുപോകും. വലിയൊരു അപകടം എന്താണെന്നറിയോ? നമുക്ക് പ്രതികരിക്കാൻ പറ്റില്ല. കറണ്ട് വേണ്ട എന്ന് പറയാൻ പറ്റില്ല. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലൊരു സോളാർ പാനൽ വെച്ചു, 2 ബാറ്ററിയും വെച്ചു, കറണ്ട് ബില്ല് പകുതിയായിട്ട് കുറഞ്ഞു. അപ്പോൾ ചോദിക്കും ലാഭമാണോ? ലാഭമായിരിക്കില്ല. പക്ഷേ ഒരു 10-25 മാസം കഴിയുമ്പോഴേക്ക് 2-2.5-3 കൊല്ലം കൊണ്ട് എനിക്കത് മുതലാവും. ബാക്കിയുള്ള 2 കൊല്ലം ബാറ്ററിയിൽ എനിക്ക് ലാഭമാണോ? ആണ്. അത് കഴിയുമ്പോൾ ഞാൻ വേറെ ബാറ്ററി വാങ്ങിക്കോളാം. അങ്ങനെയാണ് ചിന്തിച്ചത്. 5 കൊല്ലം കഴിയുമ്പോൾ 2 കൊല്ലത്തെ ലാഭം ഉണ്ടാവും. അത് തന്നെയാണ്. അപ്പോൾ ഒരു 24,000 റുപ്യ ലാഭം ഉണ്ടാവും എനിക്ക് 5 കൊല്ലത്തിൽ. അത് എനിക്ക് വലിയ എമൗണ്ട് ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സോളാർ വെച്ചത്. പാനൽ വലിയ പാനലാണ് വെച്ചത്. ഒരു 10-25 കൊല്ലത്തേക്ക് നോക്കണ്ട. അത് ഇടയ്ക്കൊക്കെ ഒന്ന് തുടച്ച് കഴുകി വൃത്തിയാക്കി കൊടുക്കണം. അത്രേ ഉള്ളൂ. വൃത്തിയാക്കി കൊടുത്തിരുന്നാൽ മതി. അപ്പോൾ ആ രീതിയിൽ ഞാനത് ചെയ്തുകൊണ്ട് എൻ്റെ കറണ്ട് ബില്ല് പകുതിയായിട്ട് കുറഞ്ഞു. പക്ഷെ എന്നാലും നമുക്ക് KCBയുടെ ആവശ്യം നമുക്കുണ്ട്. ഒരു പാനൽ ഒരു ബാറ്ററി വെച്ചാൽ നമുക്ക് വെള്ളം മോട്ടർ അടിക്കാൻ പറ്റൂല. അതുപോലെ വാഷിംഗ് മെഷീനോ അല്ലെങ്കിൽ ഒരു റെഫ്രിജറേറ്ററോ ചിലപ്പോൾ യൂസ് ചെയ്യാൻ പറ്റൂല. ഒരു AC ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ പോയെന്ന് വരില്ല. AC വർക്ക് ചെയ്യില്ല എന്നല്ല അർത്ഥം, പെട്ടെന്ന് കറണ്ട് തീരും. നമുക്ക് എന്തെങ്കിലും ഒരു ദിവസം കറണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധികളുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിവിടെ ഏറ്റാലും തോറ്റാലും കൂടുതൽ ഏജൻസികൾ നമുക്കിവിടെ കറണ്ട് കൊണ്ടുപോയി വരണം. ശാന്തി രാജു ജിസ്റ്റു ശരിയല്ലേ? ശരിയാണ്. ഒരാൾ പോരാ. ഇവർ വേറെ ആരെയും അടുപ്പിക്കാത്തത് കൈയിട്ട് വരാനാണ്. ഏത് സർക്കാരായാലും. ഇപ്പം ഇത് മാറിയിട്ട് UDF സർക്കാർ വന്നാലും ഇത് തന്നെയാണ് ഗതി. യൂണിയൻകാരും സർക്കാരും കൂടെ ചേർന്നിട്ട് ഇങ്ങനെ പുതിയ പദ്ധതികൾ ഉണ്ടാക്കും. കൂടുതൽ വൈദ്യുതി വില കൊടുത്ത് വാങ്ങുന്നുണ്ടാക്കും. ഈ വാങ്ങുന്നതിന്റെ കണക്കൊന്നും നമ്മുടെ ഇല്ലല്ലോ. നമുക്ക് അളക്കാനുള്ള ഉപകരണമൊന്നും നമ്മുടെ ഇല്ലല്ലോ. ഉണ്ടോ? ഈ ഇത്ര കോടി രൂപ വാങ്ങി ഇത്ര കോടി രൂപ വാങ്ങി എന്നുള്ളതിന് അളക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഇവിടെ നമ്മുടെ ജനറേറ്ററുകൾ എത്ര കേടുവന്ന് കിടക്കണം. അത് ശരിയാക്കിക്കൊണ്ട് പരമാവധി ഇവിടെ ഒഴുക്കി വിടുന്ന ആ ജലം അത് വൈദ്യുതി ഉണ്ടാക്കിക്കൊണ്ട് കേരളത്തിൽ ഉപയോഗപ്പെടുത്തണം. അതാണ് വേണ്ടത്. പക്ഷെ അതിവിടെ ചെയ്യുന്നില്ല. അതുപോലെ കാറ്റാടി വലിയൊരു പദ്ധതി ഞാൻ സർക്കാരിലേക്ക് വെച്ചിരുന്നു. വലിയൊരു പദ്ധതി സർക്കാർ വേണ്ടാന്ന് വെച്ചു. അത് ഇപ്പോഴൊന്നും അല്ല കേട്ടോ. ഈ ഇന്റർനെറ്റും ഈ മൊബൈലും ഈ രീതിയിൽ മൊബൈൽ ഫോണും വരുന്നതിന് മുമ്പത്തെ കഥ ഞാൻ പറയും. ഇത്രയധികം ഈ ഇന്റർനെറ്റ് വരുന്നതിന് മുമ്പ്. ഇനി അത് നടക്കൂല. അന്ന് നടന്നേനെ. അതായത് 2006 മുമ്പ് അന്നത്തെ ദേവൂസ് എന്റർടൈൻമെന്റ്. അതെ, ആരോട് പറയാൻ സാറേ? ഇത് കേട്ടോ. ഞാൻ ഈ പറയുന്നത് കേൾക്കുമ്പോൾ സാറിന് മനസ്സിലാവും. ഇന്നിപ്പോൾ 6 വരി പാത മംഗലാപുരം മുതൽ കന്യാകുമാരി വരെ പോകുന്നുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം വരെ ഇപ്പോൾ 6 വരി പാത പണി നടക്കുന്നുണ്ട്. ഇത് ഇവിടെ ഇന്റർനെറ്റ് വരുന്നതിന് മുമ്പ് 2004-2006 കാലഘട്ടങ്ങളിലാണ് ഇവിടെ ഇന്റർനെറ്റ് സജീവമായി വന്നത്. ചെറുതായിട്ടൊക്കെ ഇന്റർനെറ്റ് വന്നു തുടങ്ങിയത്. അതിന് തൊട്ട് മുമ്പ് നമ്മൾ അന്നത്തെ മന്ത്രിസഭയ്ക്ക് നമ്മളൊരു ഇത് കൊടുത്തു. ഒരു റോഡ് മംഗലാപുരം മുതൽ കന്യാകുമാരി വരെയുള്ള റോഡ്, 6 വരി റോഡ്, കോൺക്രീറ്റ് റോഡ്, 100 വർഷത്തേക്ക് യാതൊരു മെയിൻ്റനൻസും വേണ്ടാത്ത റോഡ് സൗജന്യമായി സർക്കാരിന് ഉണ്ടാക്കി കൊടുക്കാമെന്ന്. തള്ളിവിട്ടതല്ല, സീരിയസ് ആയിട്ട്. അത് ചെയ്യുന്ന ടീം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവതരിപ്പിച്ചത് ഞാനാണ്. സൗദിയിൽ ബഹ്റൈനിലേക്കുള്ളവർക്ക് അറിയാം. സൗദിയിൽ ബഹ്റൈനിലേക്ക് കടലിലൂടെ ഒരു പാലമുണ്ട്. ആ പാലം ഉണ്ടാക്കിയ അതേ ടീം, രവിനാഥൻ പിള്ളയും ആ ടീമും ചേർന്നിട്ട് അന്ന് ഇവിടെ മംഗലാപുരം മുതൽ കന്യാകുമാരി വരെ 2 വർഷത്തിനുള്ളിൽ റോഡ് 2 വർഷത്തിനുള്ളിൽ റോഡ് ഉണ്ടാക്കി സൗജന്യമായിട്ട് കൊടുക്കാമെന്നും അത് തീരദേശത്തോടെയാണ് ആ റോഡ് പോണത്. ഇപ്പോൾ പോകുന്നിടത്തൂടെയല്ല, ഒക്കെ തീരദേശത്തോടുകൂടി പോകുമ്പോൾ 5000 കോടി രൂപ അന്ന്
സർക്കാരിന്റെ ഖജനാവിൽ ഈ തീരദേശ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവരുടെ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് പൈസ കിടപ്പുണ്ട്, അതിപ്പോഴും അവിടെ കിടപ്പുണ്ട്. ആ പണം എടുത്തുകൊണ്ട് ഈ തീരദേശത്ത് താമസിക്കുന്ന മുക്കുവന്മാരെയും അതുപോലുള്ളവരെയും ഈ മത്സ്യത്തൊഴിലാളികൾ അവരുടെയൊക്കെ പുനരധിവാസം, അതായത് ഫ്ളാറ്റുകളും വില്ലകളും ഉണ്ടാക്കി അതിലേക്ക് അവരെ താമസിപ്പിച്ച ശേഷം ഈ പാലത്തിന്റെ അടിയിൽ അറകൾ ഉണ്ടാക്കി അവിടെ അവരുടെ വള്ളവും വലയും ഒക്കെ സൂക്ഷിച്ചുകൊണ്ട് റഡാർ സംരക്ഷണത്തിൽ അവർ സംരക്ഷിച്ചുകൊണ്ട് റോഡ് പണിയാം എന്നായിരുന്നു അന്ന് പറഞ്ഞു കൊടുത്തിരുന്നത്. അതിനുള്ള എമൗണ്ട് എങ്ങനെയാ വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ 200 മീറ്റർ ഗ്യാപ്പിൽ LED പരസ്യവാളുകൾ വരും റോഡിന് വിലങ്ങനെ മുകളിൽ. സ്ട്രൈറ്റ് റോഡായതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ആ LED പരസ്യവാളുകൾ ഒരു 10 വർഷത്തേക്ക് മൾട്ടിനാഷണൽ കമ്പനികൾക്ക് വാടകയ്ക്ക് കൊടുത്തിട്ട് ആ പൈസ അഡ്വാൻസ് ആയിട്ട് വാങ്ങിക്കൊണ്ടാണ് റോഡ് പണിയെടുക്കുന്നത്. 10 വർഷത്തേക്ക് അവരുടെ പരസ്യ ബോർഡ് അവിടെ ഉണ്ടാകും എന്ന്. അപ്പൊ ആ സിസ്റ്റത്തിൽ നമ്മൾ റോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കമ്പനി, അതിലുള്ള രവിനാഥൻ പിള്ള എന്ന് പറയുന്ന എൻ്റെ സുഹൃത്ത്, അതിൽ എഞ്ചിനീയറാണ്. അത് അങ്ങനെ ഒരു പദ്ധതി നമുക്കിവിടെ ചെയ്യാം, അതിൽ മൾട്ടിനാഷണൽ കമ്പനികൾ അതിന് തയ്യാറാവും എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊജക്ട് കൊണ്ടുവച്ചപ്പോൾ അതിന് കൈക്കൂലി കിട്ടില്ല എന്നൊരൊറ്റ കാരണം കൊണ്ട് അത് വേണ്ടാന്ന് പറഞ്ഞ സർക്കാരാണ് നമ്മുടെ സർക്കാർ. മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ ഇന്ന് നമ്മൾ ഈ പണിയെടുക്കാൻ പോകുന്ന റോഡ് 20 വർഷം മുമ്പ് ഇവിടെ വന്നേനെ. 6 വരി റോഡും 4 വരി സർവീസ് റോഡുമായിട്ട്. ഇന്ന് പോകുന്നത്, കേരളത്തിലൂടെ കടന്നു പോകുന്നത് 1 വേ ആണ് സർവീസ് റോഡ്. ഒന്ന് മുറിച്ച് കിടക്കണമെങ്കിൽ 3-4 കിലോമീറ്റർ പോയിട്ട് കറങ്ങി വരണം, എന്നാലേ നടക്കുള്ളൂ. മറ്റേത് 2 വേ ആണ്. 2 സൈഡും ഉള്ള 60 മീറ്റർ വീതിയിൽ നല്ല രണ്ട് സർവീസ് റോഡും മുകളിൽ 6 വരി റോഡുമായിട്ട് ഇതുപോലെ മുറിച്ചു മറിക്കൊന്നുമില്ല, പാലത്തിലൂടെ അങ്ങോട്ട് കടന്നു പോകും. സർവീസ് റോഡിന് അങ്ങനെ ഒരു വിഷയമൊന്നുമില്ലാതെ ആ രീതിയിൽ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തപ്പോൾ ഒറ്റ കാര്യമേ നമ്മൾ ആവശ്യപ്പെട്ടുള്ളൂ. നിലവിലുള്ള തീരദേശ സംരക്ഷണ നിയമത്തിലെ കടുംപിടുത്തമൊന്ന് മാറ്റിയിട്ട് മര്യാദയ്ക്ക് പണിയെടുക്കാൻ സമ്മതിക്കണം. രണ്ടാമത്തെ കാര്യം, ഫയൽ മര്യാദയ്ക്ക് നീങ്ങണം, ഒപ്പുകൾ കൃത്യമായിട്ട് ഇട്ട് തരണം. ഈ കാര്യങ്ങൾ സർക്കാർ കാര്യം ഉറപ്പോലെ ഒന്നും നടക്കില്ല. നിങ്ങൾക്ക് അറിയുമോ എനിക്കറിയില്ല, ഈസേബിൻ എന്ന് പറഞ്ഞിട്ടൊരു ചങ്ങായി ചടയമംഗലത്ത് അവിടെയൊക്കെ റോഡ് ഉണ്ടാക്കിയ ചങ്ങായി ഉണ്ട്. ചടയമംഗലത്ത് അദ്ദേഹം ഞാൻ ഒരുമിച്ച് ചായ കുടിച്ചിട്ടുള്ളതാണ്. അവിടെ സംസാരിക്കുമ്പോൾ 2000 രൂപ എടുക്കാൻ പാവത്തിന്റെ കയ്യിലില്ലായിരുന്നു. 2000 രൂപ സർക്കാർ ബില്ല് മാറാത്തത് കൊണ്ട് അയാൾ മലേഷ്യയിൽ പോയി തൂങ്ങി മരിക്കുക ചെയ്തത്. വേറൊരാളെ ഞാൻ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അദ്ദേഹത്തിന്റെ കാര്യമല്ല പറയുന്നത്. ലീസബിന്റെ കാര്യമാണെങ്കിൽ അദ്ദേഹം പോയി ആത്മഹത്യ ചെയ്തു, നിവൃത്തിയില്ല അവിടെ നിന്ന്. കാരണം അദ്ദേഹത്തിന്റെ റിസ്കിലാണ് അദ്ദേഹം ഇവിടെ വന്നത്. മലേഷ്യൻ കമ്പനിക്ക് ഭയങ്കര നഷ്ടം വന്നു ഇവിടുന്ന് ബില്ല് സമയത്ത് മാറി കൊടുക്കാത്തതുകൊണ്ട്. അപ്പോൾ ഈ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പോൾ നടക്കാത്തതിന്റെ കാരണം അവർക്ക് കോഴ വേണം. അങ്ങനെ കോഴയ്ക്കും ഈ പറയുന്ന കോടിക്കണക്കിന് രൂപ ഈ പറയുന്ന നമ്മൾ തെരഞ്ഞെടുത്ത് വിടുന്ന ഈ പറയുന്ന ജനപ്രതിനിധികൾക്കും മറ്റുള്ളവർക്കും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ KCB എന്ന് പറയുന്ന ഈ വെള്ളാനെ ഇങ്ങനെ കറുപ്പാനയാക്കി ഇങ്ങനെ കെട്ടിവെച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് അഴിച്ചുവിടണം. കേരളത്തിലെ ജനങ്ങൾ എല്ലാവരും കൂടെ ഒന്നായിട്ട് ആവശ്യപ്പെട്ടാൽ മുഴുവൻ ആൾക്കാരും നമ്മുടെ MLA മാരോടൊന്ന് പറയാന്നേ. അവനവന്റെ MLA, അത് LDF ആയിക്കോട്ടെ, UDF ആയിക്കോട്ടെ, BJP MLA ഇവിടെ ഇല്ലല്ലോ. ഇടതിന്റെയും വലതിന്റെ ആൾക്കാരെ അങ്ങോട്ട് പിടിച്ചു നിർത്തി തടഞ്ഞു നിർത്തിയിട്ട് മര്യാദയ്ക്ക് അവതരിപ്പിക്കാൻ പറയാം. അങ്ങനെ അവതരിപ്പിക്കാൻ പറയുമ്പോൾ ഇവന്മാരവിടെ അവതരിപ്പിക്കും. പറയട്ടെ, നമ്മളെ ജനപ്രതിനിധികളല്ലേ. നമ്മൾ പറയുന്നത് കേട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്തോണ്ട് വോട്ട് ചെയ്യാൻ വരുമ്പോഴത്തേക്ക് കർണക്കുറ്റിക്ക് കൊടുക്കണം. അങ്ങോട്ട് അന്ന് കൊടുത്താൽ മതി, ഇന്ന് കൊടുക്കരുത്. ഇന്ന് കൊടുക്കുമ്പോൾ അവര് രാജാക്കന്മാരാ. അന്ന് കൊടുത്തു കഴിഞ്ഞാൽ കേവലം ഒരു തല്ലിന്റെ ഒരു കേസ് ഉണ്ടാവുള്ളൂ. ഇന്ന് കൊടുത്തു കഴിഞ്ഞാൽ രാജാവിനെ തല്ലി എന്നുള്ള വലിയ കേസ് ഒന്ന് കൈവച്ച് കളയരുത്. 5 വർഷം കൊടുത്തിട്ട് പിന്നെ അടുത്ത തവണ വോട്ട് ചോദിക്കാൻ വരുമ്പോഴത്തേക്ക് നമ്മുടെ കാലിന്റെ ചുവട്ടിൽ ഒന്ന് ഇങ്ങനെ നിൽക്കുമല്ലോ, ആ സമയത്ത് ഒരു ചവിട്ടങ്ങ് കൊടുത്തേക്കണം. പറഞ്ഞിട്ട് കേട്ടില്ല എന്നുണ്ടെങ്കിൽ ആര് തന്നെ ആയിരുന്നാലും നമ്മുടെ കാര്യം പറയുന്നത് കേൾക്കാനാണ് ഇവനെയൊക്കെ തെരഞ്ഞെടുത്ത് വിടുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ പറയാൻ കേൾക്കാൻ തയ്യാറാകണം. അതിന് ഇതൊരു ചവിട്ടെന്ന് പറഞ്ഞാൽ ആലങ്കാരികമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. പോയി ചവിട്ടെന്ന് ചെയ്തിട്ട് വിഷയമൊന്നും ഉണ്ടായിക്കളയരുത്. ആരെയും മർദ്ദിക്കുന്നതും അതുപോലെ ചെയ്യുന്നതും അസഭ്യം പറയുന്നതൊന്നും എന്താ പറയുക, സാമൂഹികമായിട്ടോ അല്ലാതെയോ സംസ്കാരമുള്ള ഒരാൾക്കും ഭൂഷണമല്ലാതെ ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ. ആലങ്കാരികമായി സംസാരിക്കുന്നതാണ്. കാരണം അത്രത്തോളം ഗതികേടുണ്ടായിട്ടാണ്. ഏതായാലും നമ്മൾ അവരെ കൊണ്ട് പ്രഷർ ചെയ്ത് സംസാരിപ്പിച്ചിട്ട് ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് കേരളത്തിലെ നിയമം ഒന്ന് മാറ്റണം. KCB മാത്രം പോരാ, യൂണിയൻകാർക്ക് വേണ്ടിയിട്ട്. അതിലുള്ള യൂണിയൻകാരന് ഒരാളറിയാലോ, സംസ്ഥാനത്തെ യൂണിയൻ നേതാവ് ഒരാള് അവിടെ KCB ചെയർമാനായിട്ട് കയറിയിരുന്നപ്പോൾ, ആണൊരുത്തൻ കയറിയിരുന്നപ്പോൾ ഇയാളെ തൂക്കിയെടുത്ത്, യൂണിയൻ ചെയർമാൻ ഒരു പണിയില്ലാതെ കുത്തിയിരിക്കുന്നതിനെ തൂക്കിയെടുത്ത് നിലമ്പൂർക്ക് വിട്ടു. അയാൾ ഓടി. അവസാനമായ ചെയർമാനെ തൂക്കിയെറിഞ്ഞിട്ട് വീണ്ടും അയാൾ തിരുവനന്തപുരത്ത് വന്നു. അതാണ് നമ്മുടെ അവസ്ഥ. ഇവനെയൊക്കെ എന്ന് പറഞ്ഞ് അവിടുന്ന് ഇറക്കി വിടണം. അങ്ങനെ ഇറക്കി വിടണമെങ്കിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, പുറത്തുനിന്നുള്ള കമ്പനികൾ ഇവിടെ വരണം. പുറത്തുനിന്നുള്ള കമ്പനി ഇവിടെ വന്ന് അവരുടെ വൈദ്യുതി നമ്മളെടുത്ത് അത് നമ്മൾ ചെലവഴിച്ച് പൈസ അവർക്ക് കൊടുക്കുമ്പോൾ യുവമാർക്ക് കടികളാകും. അപ്പോൾ യുവമാർക്ക് മര്യാദയ്ക്ക് ഇവർ പണിയെടുക്കും. അവർ ആവശ്യമുള്ള പണിക്കാരെ മാത്രം നിലനിർത്തും.
അവർ ലാഭത്തിൽ പോകാൻ വേണ്ടിയിട്ടുള്ള പഠിച്ച പണി 18 നോക്കും. അവിടെ കൺസ്യൂമർ ഇല്ലെങ്കിൽ മുന്നോട്ട് പോകില്ല എന്നൊരു അവസ്ഥ വരും. കൺസ്യൂമറിന് വില വരും. ഇപ്പൊ KSEBിന്റെ കൺസ്യൂമേഴ്സിന് പട്ടിയുടെ വില പോലും ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവർ പറയുന്നതെല്ലാം അതേപടി അനുസരിക്കാനല്ലാതെ മറ്റെന്താ നമുക്ക് സാധിക്കുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്നെ കേൾക്കുന്ന നിങ്ങൾ ഇപ്പോൾ 61 പേരാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത്. KSEB പറയുന്ന കാര്യങ്ങൾ അതേപടി അനുസരിച്ചുകൊണ്ട് അതേപടി കേട്ടുകൊണ്ട് റാൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിന്നുകൊണ്ട് കേൾക്കുന്ന പട്ടിയുടെ പോലും വിലയില്ലാത്ത ആൾക്കാരായിട്ടല്ലേ നമ്മൾ നിൽക്കുന്നത്. ഏത് പദവിയിലുള്ള ഏത് ഓഫീസിനായിക്കോട്ടെ നമുക്കത് പറ്റില്ല, ഇങ്ങനെ വേണം എന്ന് പറയാൻ ഒരു ചോയ്സ് ഉണ്ടോ, ഒരു വോയിസ് ഉണ്ടോ? ഇത് രണ്ടുമില്ല. ഇത് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് BSNL വേണ്ട, നമുക്ക് എയർടെൽ എടുക്കാന്നേ. ഇനി അതും പറ്റൂലേ, നേരെ വോഡഫോണിലേക്ക് പോകാം. ഇനി അതും പറ്റില്ല, നേരെ ജിയോയിലേക്ക് പോകാം. ഇപ്പൊ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് പോകാം. പക്ഷെ KSEB അതിൽ നിന്ന് മാറി നമ്മൾ എങ്ങോട്ട് പോകും? എങ്ങോട്ട് പോകാൻ ഒരു നിവൃത്തിയില്ല. ഒരു നിവൃത്തിയും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അങ്ങോട്ട് കടിച്ചു പിടിച്ച് നിൽക്കുന്നു. യവന്മാര് എന്ത് കാണിച്ചാലും അത് സഹിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെ നീങ്ങുന്നിടത്തോളം മുതുകത്ത് കയറിയിരുന്ന് തൂറാൻ വേണ്ടിയിട്ട് നമ്മുടെ മുതുകത്തിനെ വെച്ചു കൊടുക്കുന്നതെന്ന് ഞാൻ ചോദിക്കുന്നത്. എന്തിനാണ് ഇത്ര നാൾ തൂറിയത്? പോരെ, ഇനി നിന്നു കൊടുക്കണം. നാളെ യുവമാര് നമ്മുടെ മുഖത്ത് തൂറില്ല എന്ന് എന്താ ഉറപ്പ്? അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആഗ്രഹം നടക്കും സാറേ. സുമേഷ് വിജയകുമാർ സാർ നമ്മുടെ ആഗ്രഹം നടക്കില്ല എന്നവർ നടക്കും. അവനവന്റെ ആൾക്കാർ ഇത് മനസ്സിലാക്കേണ്ട, അവനവന്റെ MLA-മാരെടുത്ത് മറിയെന്ന് പറഞ്ഞാൽ മതി. പക്ഷെ രാഷ്ട്രീയ അടിമകളാണ് ഇവിടെ ഉള്ളത്. ആ അടിമത്തം കൊണ്ട് മാറ്റി വെച്ചാൽ മതി. ആരെ പറഞ്ഞ് നടക്കില്ല എന്നുള്ളത്? സുഖമായിട്ട് നടക്കും. ജനങ്ങൾ തീരുമാനിച്ചാൽ മതി. സ്ഥാനാർത്ഥിത്വം കൊണ്ട് വരുമ്പോഴേ പറ്റില്ല എന്ന് പറയാം, ഞങ്ങൾ വോട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാം. അവസാനം കൊടുങ്ങും. സാറേ, കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രംഗം എങ്ങനെയാണ് നടക്കുന്നതെന്ന് അറിയാം. ഇപ്പോൾ ഓരോരുത്തരും ഇവർ തെരഞ്ഞെടുപ്പിൽ വോട്ട് പറയുന്നത് ഇത് ഞങ്ങളുടെ ഉറച്ച മണ്ഡലം എന്ന് പറയുന്നുണ്ട്. എന്ന് നാണമില്ല ഈ ഉറച്ച്. സാറ് പിന്നെ സുമേഷ് വിജയകുമാർ സാർ പറഞ്ഞ് പ്രാർത്ഥിക്കാം അതേ നടക്കൂ എന്നുള്ളത്. സാറിനെ പോലുള്ളവർ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. പക്ഷെ ഞാൻ ഈ പറയുന്നത് ഏത് സംഗതി ആയാലും ഒരു തീപ്പൊരിയാണ് സാറേ ഒരു കാട് കത്തിക്കുന്നത്, മുഴുവൻ കത്തിക്കുന്നത് ഒരു തീപ്പൊരിയാണ്. ആ ഒരു തീപ്പൊരി ഊതിപ്പെരുക്കിയിട്ട് എത്താൻ വേണ്ടിയിട്ട് ആളുണ്ടായാൽ മതി. ഇപ്പൊ ആം ആദ്മി പാർട്ടിക്കാരനൊന്നും അല്ല ഞാൻ, എങ്കിലും ഞാനൊന്ന് പറയട്ടെ. ആ അണ്ണാ ഹസാരെയും ഈ പറഞ്ഞ കെജ്രിവാളും കൂടി അവിടെ കുത്തിയിരുന്നിട്ട് എന്തൊക്കെ കുറെ ലോക്പാൽ ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ കുത്തിയിരുന്നു. കുറെ കഴിഞ്ഞപ്പോ കെജ്രിവാൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒറ്റയ്ക്ക് തുടങ്ങിയതല്ലേ? ഇല്ലേ, ഒറ്റയ്ക്ക് തുടങ്ങിയതല്ലേ? അത് ഒറ്റയ്ക്ക് തുടങ്ങിയിട്ട് ആം ആദ്മി പാർട്ടി ഡൽഹി ഭരിച്ചില്ലേ? എന്താണെന്നുള്ളതല്ല, ഞാൻ രാഷ്ട്രീയമല്ല പറയുന്നത്. അതുപോലെ BJP 2 സീറ്റുമായി ഡൽഹിയിൽ പാർലമെന്റിൽ ഇരുന്ന സമയത്ത് 3-2 ഭൂരിപക്ഷത്തോടെ BJP ഇന്ത്യ ഭരിക്കുമെന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസുകാരായിട്ടുള്ള മുഴുവൻ ആൾക്കാരും കുത്തിയിരുന്ന് ചിരിച്ചു, കളിയാക്കി. 2 സീറ്റുള്ള നിങ്ങൾ 3-2 ഭൂരിപക്ഷത്തോടെ ഇന്ത്യ ഭരിക്കുന്നോ? കാക്ക മലന്ന് പറക്കുമെന്ന് പറഞ്ഞു. സാറേ, ഭരിച്ചോ ഇവിടെ? അത് സാധിച്ചില്ലേ? നമ്മുടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നടന്നില്ലേ? ആരാ നടക്കില്ല എന്ന് പറയും? നടക്കും. KSEB എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ ബാക്കിയുള്ളവരെ കച്ചവടത്തിന് ഇറക്കാൻ നമ്മൾ വിചാരിച്ചാൽ നടക്കും. പക്ഷെ ഞാൻ ഈ പറയുന്ന വാക്ക് ഇതേപോലെ കേട്ട് കേവലം ഒരു ലൈവ് എന്ന് പറഞ്ഞുകൊണ്ട് വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ ഒരു തേങ്ങ ഇവിടെ നടക്കാൻ പോകുന്നില്ല. നേരെ മറിച്ച് നിങ്ങൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ ഇതൊരു ഹാഷ്ടാഗ് വെച്ച് നിങ്ങളങ്ങ് സംസാരിക്കുക. നിർത്തരുത്. തീരുമാനമാകുന്നത് വരെ എല്ലാവരും സംസാരിച്ചുകൊണ്ട് നിന്നാൽ, മുഴുവൻ ആൾക്കാരും സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജനപ്രതിനിധികൾക്ക് സംസാരിക്കേണ്ടി വരും. ഞാനൊരു ഉദാഹരണം തരാം. ഞാൻ ഒറ്റയ്ക്ക് പണിയെടുത്തതിന്റെ ഒരു ഉദാഹരണം ഞാൻ തരാം. അപ്പം നോക്കാമല്ലോ. യദു മേയർ വിഷയം നിങ്ങൾക്കറിയാം. യദു മേയർ വിഷയം അത് എല്ലാ ചാനലുകാരും TV ചാനൽ യൂട്യൂബ് ചാനൽ ഇട്ടിട്ട് പോയപ്പോൾ ഞാൻ ഇട്ടിട്ട് പോയില്ല. ഞാൻ യദുവിനെ ചേർത്ത് പിടിച്ചു, യദുവിന്റെ വക്കീലിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ അതങ്ങോട്ട് പ്രൊമോഷൻ തുടങ്ങി. ഒരു ഓർഡിനറി കേരള എന്ന് പറഞ്ഞൊരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കി. ആ വാട്സപ്പ് കൂട്ടായ്മയിൽ കൂടെ പ്രവർത്തനങ്ങൾ തുടങ്ങി. കേരളത്തിന്റെ വടക്ക് തെക്ക് 1-2 ആൾക്കാരെ അവിടെ ഞാൻ പ്ലക്കാർഡ് പിടിച്ചുകൊണ്ട് നിശബ്ദമായിട്ട് ഇറക്കി വെച്ചു. സെക്രട്ടേറിയറ്റ് നടക്കൽ 8-10 പേര് സ്വയമേവ പോയിട്ട് അവിടെ ഇങ്ങനെ നിന്നു. സിന്ദാബാദും മുദ്രാവാക്യമൊന്നും വിളിച്ചില്ല. അങ്ങനെ കേരളത്തിന്റെ അവിടെയും ഇവിടെയും ഒക്കെ 1-2-3 പേര് മാത്രം നിന്നിട്ട് അതിനെ 100-ആയിട്ട് 200-ആയിട്ട് വലുതായിട്ട് പെരുപ്പിച്ച് കാട്ടി വാർത്തകളും ചെയ്ത് ആ രീതിയിൽ ചെയ്തതിന്റെ ഫലമായിട്ട് എന്താ സംഭവിച്ചെന്നറിയാം? സച്ചിൻ ദേവിന്റെ മന്ത്രിസ്ഥാനം കൂടെ തെറിച്ചു. ഇത്ര കേരളത്തിൽ മുഴുവൻ ഇത്രയും ഓളമായിട്ട് നിൽക്കുമ്പോൾ സച്ചിൻ ദേവനെ സംബന്ധിച്ചിടത്തോളം മന്ത്രിയാക്കി കഴിഞ്ഞാൽ പാർട്ടിക്ക് ക്ഷീണം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് മന്ത്രിസ്ഥാനം കൊടുത്തില്ല. ഈ സാബു കൊട്ടോട്ടി എന്ന് പറയുന്ന ഞാൻ ഒരുത്തൻ വിചാരിച്ചാൽ അത്രയും നടക്കുന്നുണ്ടെങ്കിൽ കേരളത്തിലെ 3.5 കോടിയിലെ ഈ കറണ്ട് ഉപയോഗിക്കുന്ന ഇടതിലും വലതിലും മധ്യത്തിലും നിൽക്കുന്ന കുറെ ആൾക്കാർ വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് നടക്കൂലേ സാറേ? നടക്കൂലേ? നടക്കാത്ത കേടല്ല, നടക്കും. പക്ഷെ നമ്മൾ ഇങ്ങനെ ചിന്തിക്കുന്നത് നടക്കില്ല. നമ്മൾ ഇറങ്ങിയിട്ട് കാര്യം നമ്മളെ തടിമ പിടിക്കുന്നവരുടെ തോന്നലാണ്.
സാറേ ഒരാളെങ്കിലും പൊട്ടനാക്കുക. ഏതൊരു മഹത് കാര്യവും എത്ര വലിയ കാര്യവും ഏതെങ്കിലും ഒരു മന്ദബുദ്ധിയുടെ തലയിലാണ് ഉദിച്ചിട്ടുള്ളത്. ആന്നല്ലോ, ഏതെങ്കിലും ഒരു മന്ദബുദ്ധിന്റെ അവസാനം അത് ബാക്കിയുള്ള ബുദ്ധിമാന്മാരെല്ലാവരും കൂടെ ഏറ്റെടുക്കുക ചെയ്യാറ്. അത് സുജ 1972. ഞാനിവിടെ ഇല്ലായിരുന്നു മാഷെ. നീലൽ സുന്ദരായിരിക്കുന്നു. ഞാൻ എൻ്റെ ഗൂഗിൾ പേ നമ്പർ ഇട്ടിരുന്നു. നിങ്ങൾ അതിനകത്ത് പൈസ ഒന്നും ഇട്ടില്ലല്ലോ. ലൈവ് ഇന്നത്തെ കാര്യമായിട്ടുള്ള ലൈവാണ് സുജമ. കേട്ടോ, നിങ്ങൾ കാണാൻ മറക്കണ്ട. എല്ലാവരും വിചാരിക്കട്ടെ. ഞാൻ എന്തായാലും വിചാരിച്ചു, അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ നിങ്ങൾക്കൊരു തീപ്പൊരി ഇട്ട് തരാണ്. ആ തീപ്പൊരി നിങ്ങൾ ഏറ്റുപിടിച്ചുകൊണ്ട് നിങ്ങൾ സോഷ്യൽ മീഡിയ പേജുകളിൽ നിങ്ങൾ ഇത് ഒരു ഹാഷ്ടാഗ് ഇട്ടങ്ങോട്ട് പോകണം. KSEB മാത്രം പോരാ, ഇവിടെ മറ്റുള്ളവർ വേണം. മറ്റു പുറമേ നിന്ന് മറ്റ് ആൾക്കാരെ ഇവിടെ വൈദ്യുതി വിതരണത്തിന് കൊണ്ടുവരണം. അങ്ങനെ നമുക്കങ്ങോട്ട് പിന്നെ എന്താ പറയുക, നിരന്തരം വീഡിയോകളും മറ്റു കാര്യങ്ങളും ചെയ്യാം. ആ രീതിയിൽ അങ്ങോട്ട് പോസ്റ്ററുകളും മറ്റു കാര്യങ്ങളും പ്രചരിപ്പിക്കാം. അത് ജനം ഏറ്റെടുക്കും. കാരണം അത്രത്തോളം ജനം ദുസ്സഹമാണ്. ഇത് ആരെങ്കിലും ഒരുത്തൻ പൊട്ടനാകണമല്ലോ. ഇവിടെ ഞാൻ പൊട്ടനാകാൻ തീരുമാനിച്ചു. അതാ ഞാൻ പറയുന്നത്. ആരെങ്കിലും ഒരാൾ പൊട്ടനാകണം. പൊട്ടനാകാതെ നടക്കില്ല. അപ്പോൾ നമ്മൾ എല്ലാവരും ഓരോരുത്തരും ഇപ്പോൾ 5 or 10 പേര്, ഇപ്പോൾ യദുവിൻ്റെ കേസ് 1 or 2 പേരാണ് വീഡിയോ ചെയ്തത്. പിന്നെ അതിൽ അങ്ങ് കത്തിക്കേറിയിട്ട് 1.5, 2, 3 ലക്ഷം രൂപ ഒരു മാസം വരുമാനം വാങ്ങിയവരുണ്ട് ഈ യദു വിചാരിച്ചപ്പോൾ. കാരണം അത്രത്തോളം റീച്ച് കയറി. അതുപോലെ ഇതങ്ങോട്ട് കത്തിച്ചു കഴിഞ്ഞാൽ സാറേ കയറും. എല്ലാവരും സംസാരിക്കും. ഇതൊരു ആശയമാണ് ഞാൻ ഇട്ട് തരുന്നത്. ഏത് മഹത്തായ കാര്യവും ഏത് പൊട്ടക്കാര്യം എന്ത് തന്നെ ആയിരുന്നാലും ഒരുത്തന്നെ ഇപ്പോൾ ഇടുക്കിയിൽ ഒരു അണക്കെട്ടുണ്ടാക്കാന്ന് ഏതെങ്കിലും ഒരു പൊട്ടനായിരിക്കുമല്ലോ ആദ്യം ചിന്തിച്ചത്. സായിപ്പായാലും ആരായാലും അവന്റെ ബുദ്ധിന്ന് തെളിഞ്ഞതാണല്ലോ അവിടെ അങ്ങനെ ഒരു അണക്കെട്ടുണ്ടായത്, അല്ലേ? ആണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് അതുപോലെ അവൻ പൊട്ടത്തരമാണ്, അത് വേണ്ടാന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഇന്ന് അണക്കെട്ട് അവിടെ ഉണ്ടാവില്ല. മുല്ലപ്പെരിയാർ പൊട്ടുമ്പോഴത്തേക്ക് ഇടുക്കി താങ്ങുമെന്നൊക്കെ സംസാരിക്കണ്ട, അത് വിട്ടാക്കി. പിന്നെ മുല്ലപ്പെരിയാറായാലും ഏതായാലും എന്ത് തന്നെ ആയിരുന്നാലും. ഇപ്പോൾ വയനാട്ടിൽ അവിടെ ലാൻഡ് സ്ലൈഡ് ഉണ്ടായ സമയത്ത് അവിടെ ഒരു ബെയിലി പാലം കൊണ്ടുവന്നു. ഏതോ ഒരു മരപ്പൊട്ടന്റെ തലയിലാണല്ലോ ബെയിലി പാലം ആദ്യം ഉണ്ടായത്. അറിയാമല്ലോ ആ പേരല്ലേ, ബെയിലി. അയാളുടെ തലയിൽ അത് ഉണ്ടായത് കൊണ്ടല്ലേ ഇവിടെ ഇങ്ങനെ എളുപ്പത്തിൽ ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നത്. അതുപോലെ കൂട്ടിയാൽ മതി ഇത്. നിങ്ങൾ എനിക്ക് വേണ്ടി ഒറ്റ കാര്യം ചെയ്താൽ മതി. എൻ്റെ ഈ വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നാൽ എന്നാൽ ബാക്കി പണി ഞാൻ എടുത്തോളാം. ഞാനിങ്ങനെ നിരന്തരം ഞാൻ വീഡിയോ ചെയ്തോളാം. നിങ്ങളതൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ നിങ്ങളുടേതായ പോസ്റ്റുകൾ ഇടുക. ഞാൻ മാത്രം ചെയ്താൽ പോരാ. ഫേസ്ബുക്കുകൾ നിറയ്ക്കുക. KSEBക്ക് പുറമെ മറ്റുള്ളത് വേണം എന്ന നിലയിൽ വളരെ വലിയ പ്രക്ഷോഭം. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ എന്ത് ശക്തിയാണെന്ന് അറിയും. ഭയങ്കര ശക്തിയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലല്ല. ആ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വലിയ ശക്തിയായി കഴിഞ്ഞാൽ ലോകം സംസാരിക്കാൻ തുടങ്ങും. ഇന്ത്യ മുഴുവൻ സംസാരിക്കാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോൾ കേരളത്തിലേക്ക് മറ്റ് ഏജൻസികൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ലിങ്ക് കറണ്ട് ചാർജ് കുറയ്ക്കാൻ അവർ മതിയാകും, ചെയ്യേണ്ടി വരും. ഇപ്പൊ ധൂർത്താണ്, ഉദ്യോഗസ്ഥ ധൂർത്തുകൊണ്ടാണ് ഇവിടെ നഷ്ടം വരുന്നത്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. നമുക്ക് എങ്ങനെയായാലും നമുക്കറിയാം. ആം ആദ്മിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആ കണക്കുകൾ അവതരിപ്പിച്ചിരുന്നു. വിവരാവകാശ നിയമപ്രകാരം എടുക്കുമ്പോൾ കോടിക്കണക്കിന് രൂപ ഇപ്പോഴും ലാഭത്തിലാണ് ഈ നഷ്ടം എന്ന് പറയുന്നെങ്കിൽ ഇതൊക്കെ കള്ളമാണ്. പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുന്നതിന്റെ പേരിൽ അടിച്ചു മാറ്റാനുള്ള പരിപാടിയാണ്, കൊള്ളയാണ് ഇവിടെ നടക്കുന്നത്. എന്ത് തന്നെ ആയിരുന്നാലും ഇവിടെ ഒരു ടീം മാത്രം വേണ്ട, പുറത്തുള്ള മറ്റൊരും കൂടെ വരട്ടെ. ബാക്കിയുള്ളവരും കൂടെ വന്നിട്ട് നമുക്ക് ഇവിടെ കറണ്ട് ചാർജ് കുറയട്ടെ, അതനുസരിച്ച് കാര്യങ്ങൾ പോട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിലും നിങ്ങൾ അതുപോലെ നിങ്ങളുടെ യൂട്യൂബ് ചാനലിലും ഒക്കെ വീഡിയോ കാണുന്നവരൊക്കെ നിങ്ങൾ അത്തരത്തിൽ വീഡിയോകൾ ചെയ്യുക. പോസ്റ്ററുകൾ തയ്യാറാക്കിക്കൊണ്ട് പുറത്തുള്ള മറ്റ് കമ്പനികൾ വേണം. അദാനിയോടും അംബാനിയോടൊന്നും നിങ്ങൾ ആരും നോക്കണ്ട. ആരാ വരട്ടെ, നമുക്ക് വൈദ്യുതി കുറച്ച് കിട്ടണം, ഇവിടെ മുതലാളിമാർ വേണ്ട എന്നുള്ള മൂർച്ച സ്വഭാവം നമ്മൾ ചിന്തിക്കേണ്ട. എല്ലാവരും പണക്കാരാകുന്നില്ല, കുറച്ച് കൃഷിക്കാരും വേണം. കൃഷിക്കാരിവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഞൗ ഞണ്ണാൻ വേണ്ടിയിട്ട് ഒരു തേങ്ങ ഉണ്ടാക്കാൻ അവിടെ ഒരുത്തനുണ്ടാവില്ല. കോട്ട് സൂട്ട് കൊണ്ട് ഒരുത്തൻ പാടത്തിറങ്ങി കളിക്കൊന്നുമില്ല. ഈ കോട്ട് സൂട്ട് ഉണ്ടാകുന്ന കമ്പനിക്കാരും അതുപോലെ മൾട്ടിനാഷണൽ കമ്പനിക്കാരും അതുപോലെ അങ്ങനെ ഉള്ളവരും എല്ലാവരും വേണം. അതിനോടം തന്നെ ഏറ്റവും താഴെയുള്ള സാധാരണക്കാരും കൃഷിപ്പണിക്കാരും എല്ലാവരും വേണം. അത് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയാണ്. നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ മതി. ഇവിടെ അതിന് ഇടനിലക്കാരും എല്ലാവരും ഉണ്ടാവും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ നമ്മൾ ഫേസ്ബുക്ക് പേജിൽ ഇന്നു മുതൽ എൻ്റെ വീഡിയോ കാണുന്ന ഈ സമയം മുതൽ നിങ്ങൾ ഓരോരുത്തരും ഒരു പോസ്റ്റർ ഇട്ട് അങ്ങോട്ടൊരു വിപ്ലവം തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ മറ്റ് ഏജൻസികൾ അവരെ വൈദ്യുതി വിതരണത്തിന് വരും. അതോടെ ഈ വൈദ്യുതി ചാർജിന് ഭീമമായി തോന്നിയതുപോലെ നിശ്ചയിച്ചിട്ട് നമ്മളെ കൊള്ളയടിക്കുന്ന പരിപാടി ഉണ്ടല്ലോ. ഇപ്പൊ എന്ത് തോന്നിയാസം കാണിച്ചാലും നമ്മൾ കേട്ട് അനുസരിച്ച് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇങ്ങനെ നിന്നു കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് മാറിക്കിട്ടും. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോയി ഇഷ്ടമുള്ളവരെ കറണ്ട് എടുത്തുകൊണ്ട് ചെയ്യാവുന്ന ഒരു അവസ്ഥ വരും. ഇപ്പൊ നമ്മൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നത് പോലെ. എന്താ BSNL റേറ്റ് കുറച്ചത്? ആൾക്കാർ മുഴുവൻ അതിൽ നിന്ന് പോയപ്പോഴല്ലേ BSNL റേറ്റ് കുറച്ചത്, അല്ലേ?
അത് പൊതുമേഖലാ സ്ഥാപനമാണല്ലോ. എന്നിട്ട് എന്താ ആൾക്കാർ അങ്ങോട്ട് പോയത്? മറ്റുള്ളവർ കൂടിയിട്ടല്ലേ. അപ്പോൾ അവരും കുറയ്ക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ സർവീസ് കൂടുതൽ തരാൻ ശ്രമിക്കും. അങ്ങനെ നമുക്കൊരു വിപ്ലവം സൃഷ്ടിക്കാം. അതിനൊരു തുടക്കമാകട്ടെ എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. എൻ്റെ ലൈവ് കണ്ട, ഇതുവരെ എന്നെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ ആശംസകൾ, നന്ദി, നമസ്കാരം ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഈ വീഡിയോ ലൈവ് ഞാൻ ഇപ്പോൾ തന്നെ പബ്ലിഷ് ചെയ്യും. നിങ്ങൾ അവിടെ തന്നെ ലൈവിൽ തന്നെ ഇടും. നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യണം. അതേപോലെ മറ്റുള്ളവർക്ക് ഈ വിവരം നിങ്ങൾ എത്തിച്ചു കൊടുക്കാൻ വേണം. എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഈ ഒരു കാര്യത്തിൽ. ആരെങ്കിലും ഒരാൾ പൊട്ടനാകാതെ നിവൃത്തിയില്ല. തൽക്കാലം ആ പൊട്ടൻ ഞാനാകാൻ തീരുമാനിച്ചു. മറ്റുള്ളവർ കുറേ ആൾക്കാരോട്, രാഷ്ട്രീയ നേതാക്കന്മാരോടും പലരോടും ഞാൻ പറഞ്ഞു. ആരും കേൾക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിപ്ലവമായിട്ട് ഇറങ്ങാൻ നോക്കുന്നത്. ഇനി ആരുമില്ലെങ്കിലും ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കും. അവസാനം ഈ ചെറിയ തീ ഇങ്ങനെ ആളി 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 കത്തി ഒരുപാട് പേരുടെ ഉള്ളിലേക്ക് ഒരു ഒരു അഗ്നിയായിട്ട് നിന്നുകൊണ്ട് ഒരൊറ്റ പൊട്ടിത്തെറിക്കും. അത് ഒരു പൊട്ടിത്തെറി തന്നെ ആയിരിക്കും. അതിലേക്കായിരിക്കട്ടെ നമ്മുടെ പോക്ക്. അതുകൊണ്ട് നിങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകൾ KSEBക്ക് പുറമെ മറ്റ് കമ്പനികൾ അവരുടെ വരവിന് കൂടി അയക്കട്ടെ. ഇതിനെ വളരെ മോശമായ രീതിയിൽ വ്യാഖ്യാനിക്കേണ്ട. മത്സരമുള്ളിടത്തെ റേറ്റ് കുറയുള്ളൂ. എന്തുകൊണ്ടാണ് നമ്മൾ ഓൺലൈൻ പർച്ചേസ് നടത്തുന്നത്? ഇപ്പോൾ സമീപത്തെ സാധനങ്ങൾ വാങ്ങുന്നില്ല, നമുക്ക് വില കുറച്ച് സാധനം കിട്ടിയിട്ടുണ്ട്. 12 റുപ്യയുടെ സാധനം നമുക്ക് 9 റുപ്യക്ക് ഓൺലൈനിൽ കിട്ടും. അതുകൊണ്ട് നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങണേ. അങ്ങനെ തന്നെ കണക്കൂട്ടിയാൽ മതി. നമുക്ക് അധ്വാനിച്ചുണ്ടാകുന്ന പണം വെറുതെ ചെലവഴിക്കാനുള്ളതല്ല. നമുക്ക് നമ്മുടെ കുട്ടികൾക്കും മറ്റുള്ളവർക്കും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിൽ നിന്ന് സമ്പാദിക്കാനുള്ളതാണ്. അത് അല്ലാതെ ഇങ്ങനെ കൊള്ളയടിക്കാൻ വിട്ടുകൊടുക്കാനുള്ളതല്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എല്ലാവർക്കും പ്രവർത്തിക്കാൻ ഇടയാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, നല്ലൊരു ദിനമാകട്ടെ ഇന്നത്തെ രാത്രിയും നാളത്തെ പകലുമൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. എന്താ പറയണ്ടേ? നന്ദി, നമസ്കാരം.